രാമായണത്തിലെ അധികാരങ്ങളും അതിനുള്ള എതിരായിട്ടുള്ള പ്രതിരോധങ്ങളും. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാമായണത്തെക്കുറിച്ച് ഏതാണ്ട് ഒറ്റ വരിയിൽ പറഞ്ഞിട്ടൊരു വാചകമുണ്ട്: എ കൊറോണേഷൻ ഫോളോഡ് ബൈ എൻ ആബ്ഡിക്കേഷൻ. രാമായണം എന്ന് പറഞ്ഞാൽ അതാണ്. കിരീടധാരണം കഴിഞ്ഞ ഉടനെ കിരീടം വലിച്ചെറിയുന്ന കഥ. ലോകപണ്ഡിതനായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. ഒരിക്കലും അധികാരത്തിനെ മോഹിക്കാത്ത ഒരാളായിരുന്നു ശ്രീരാമൻ. സർവവിധ പ്രതാപങ്ങളോടും കൂടി ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഭരിക്കാൻ എല്ലാവിധ സാഹചര്യങ്ങളും സംജാതമായിട്ടുള്ള അയോധ്യയിൽ ദശരഥൻ്റെ പുത്രനായ രാമൻ, നമുക്കെല്ലാം അറിയുന്നത് പോലെ, കഥകളിൽ പറയുന്നത് പോലെ, അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടി വനവാസത്തിന് പോകാൻ തയ്യാറാകും. അപ്പം അങ്ങനെ രാമായണത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ എല്ലാ അധ്യായങ്ങളിലും അധികാരവും അധികാരത്തിനെതിരായിട്ടുള്ള പ്രതിരോധങ്ങളെയും കാണാം. അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നവരെ കാണാം. പുരുഷാധിപത്യത്തിൻ്റെയും ചാതുർവർണ്ണത്വത്തിൻ്റെയും ഏറ്റവും വലിയ പ്രാകൃത ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങൾ കാണാം. അല്ലെങ്കിൽ രാമായണം അടിമുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ചാതുർവർണ്ണത്തിൻ്റെ സംസ്ഥാപനമാണ് രാമായണത്തിലുള്ളത്. വാൽമീകി എഴുതിയ രാമായണത്തിൽ നിന്ന് വ്യതിരിക്തമാണ് അധ്യാത്മ രാമായണം എന്ന് എല്ലാവർക്കും അറിയാം. രാമായണത്തിൽ വാൽമീകിയുടെ രാമായണത്തിനെ അധികരിച്ചുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ രാമായണത്തിൽ രാമൻ്റെ 3 യാത്രകളുണ്ട്. വിശ്വാമിത്രനോടൊപ്പം യാഗസംരക്ഷണത്തിനായി വനത്തിലൂടെ നടത്തുന്ന യാത്ര ചെറുപ്പകാലഘട്ടത്തിൽ. ആ യാത്ര അവസാനിക്കുന്നത് സീതാ സ്വയംവരത്തിലാണ്. പിന്നീട് മിഥിലയിൽ നിന്ന് സീതാസമേതനായി നടത്തുന്ന യാത്ര അയോധ്യയിലേക്ക്. ആ യാത്രയുടെ ഇടത്താവളം അയോധ്യയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ യാത്ര വനയാത്രയാണ്. ഇങ്ങനെ 3 യാത്രകളാണ് രാമായണത്തിലുള്ളത്. ഈ 3 യാത്രകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കഥാപാത്രങ്ങൾ, രാമൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ, രാമനോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യരുടെയും വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള വികാര വിചാരങ്ങൾ, ഇതൊക്കെ പലതരത്തിലുള്ള ഉജ്ജ്വലമായ മുഹൂർത്തങ്ങളായും പലതരത്തിലുള്ള സന്ദർഭങ്ങളിൽ പ്രത്യക്ഷീഭവിക്കുന്നതായി കാണാം. ആ വനയാത്രയുടെ സമയത്ത് വേറൊരു തരത്തിലുള്ള ഒരു യാത്രയും ആരംഭിക്കാനുള്ള ഒരു സന്ദർഭം ഒരുക്കുന്നത് ഭരതൻ്റെ ആഗമനത്തോടു കൂടിയിട്ട്. ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന സമയത്ത് വളരെ ശാന്തനും സമാധാനപ്രിയനുമായി ഏറ്റവും സുന്ദരമായ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടും സമാധാനം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ അയോധ്യയിലെ രാജാധികാരത്തിനെ പോലും മറന്നുകൊണ്ട് കാടിൻ്റെയും പ്രകൃതിയുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് താൻ രാജാവാണ് എന്ന് പോലും മറക്കുന്ന രാമനായിരുന്നു ചിത്രകൂടത്തിൽ താമസിച്ചിരുന്നത് സീതയോടൊപ്പം. ആ എല്ലാറ്റിനെയും മറന്നിട്ടുള്ള, പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ള ആ വനവാസ കാലഘട്ടത്തിൽ ആ ഓർമ്മകൾക്ക് വിരാമമിടുന്നത് ഭരതൻ്റെ ആഗമനത്തോടു കൂടിയിട്ട്. ആ ഭരതൻ്റെ ആഗമനത്തോടു കൂടിയിട്ടാണ് ഏറ്റവും ഭീതിജനകമായ വനത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത്. ഭരതൻ്റെ ക്ഷണം നിരാകരിച്ചതിൻ്റെ ശേഷം ആദ്യത്തേത് സീതയിലേക്കുള്ള യാത്ര, രണ്ടാമത്തേത് സീതാസമേതനായിട്ടുള്ള യാത്ര, 3ാമത്തേത് സീതയിൽ നിന്ന് അകലുന്ന യാത്ര. അപ്പോൾ ഈ 3 ഘട്ടത്തിലും സീത ഒരു പ്രധാനമായിട്ടുള്ള കഥാപാത്രമാണ്. സീതാസങ്കല്പത്തെ ഉൾക്കൊള്ളാൻ വെമ്പുന്നൊരു സ്വത്വഘടനയാണ് ശ്രീരാമൻ പല രംഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതേ സമയത്ത് തന്നെ രാമായണത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ സീതയിൽ നിന്നുള്ള പരിപൂർണമായ അകൽച്ചയും കാണാം രാമനിൽ നിന്ന്. ഈ രാമായണത്തിൻ്റെ പ്രധാന അധികാര കേന്ദ്രമേത അയോധ്യ.
വിശ്വാമിത്രനോട് കൂടിയുള്ള യാത്രയിൽ വ്യവസ്ഥതയുടെ സംരക്ഷകനാണ് ശ്രീരാമൻ, അല്ലെങ്കിൽ വ്യവസ്ഥതയുടെ സംരക്ഷകനായിട്ടാണ് ശ്രീരാമൻ പ്രവർത്തിക്കുന്നതെല്ലാം. ആ വ്യവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാതുർവർണ്ണ്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടന്നു വരും. താടകാവധത്തിൽ നടക്കുന്ന സമയത്ത് ശ്രീരാമന് താടകയെ കൊല്ലണമെന്നില്ല. ശ്രീരാമന് താടകയെ അംഗവിച്ഛേദം മാത്രം വരുത്തിയാൽ എന്നുള്ള ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. വിശ്വാമിത്രന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഈ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഏറ്റവും വലിയ ഭീകരസത്വമായിട്ടുള്ള താടകയെ വധിക്കുന്നത്. സ്ത്രീവധത്തിന് ശ്രീരാമൻ തയ്യാറായിരുന്നില്ല. എന്നാൽ വിശ്വാമിത്രൻ പറയുന്നു, സ്ത്രീകളെ വധിച്ചത് കൊണ്ട് കുഴപ്പമില്ല, അത് ബ്രാഹ്മണ്യ ചിന്താഗതിയാണ്. അങ്ങനെ രാമനെ ബ്രാഹ്മണ്യത്തിന്റെ സംരക്ഷകനാക്കി മാറ്റി വിശ്വാമിത്രൻ. അതാണ് ആദ്യത്തെ ഉദാഹരണമായിട്ട് നമ്മളവിടെ കാണുന്നത്. ഇന്നത്തെ ഇന്ത്യയിലും ബ്രാഹ്മണ്യം മടക്കി വരികയാണ്. ഇന്ത്യയിൽ അധികാരത്തിന്റെ സ്വരൂപത്തിൽ ചാതുർവർണ്ണ്യം ഇന്ത്യയിൽ നിന്ന് ഇന്നല്ല, ഇനിയും ഒരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അത് മാറാൻ പോകുന്നില്ല. അംബേദ്കർ അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യയിൽ ഉടനീളം നടത്തിയത്. ഇന്ത്യയിലെ പുരോഗമനപരവാദികളായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ മുഴുവൻ ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിക്കെതിരെ, ജാതി മേധാവിത്വത്തിനെതിരായ പോരാട്ടമാണ് അന്നും ഇന്നും തുടങ്ങിയതും സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള പോരാട്ടങ്ങളിലും സാമൂഹിക പരിഷ്കർത്താക്കൾ നടത്തിയതുമെല്ലാം. പക്ഷേ ഈ പുരാണങ്ങളിൽ കാണിക്കുന്ന മഹർഷിമാരൊക്കെ ചാതുർവർണ്ണ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മര്യാദ പുരുഷോത്തമനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് ആദ്യം തുടങ്ങുന്നത്. നാരദ മഹർഷിയുടെ വിവരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട് രാമായണത്തിന്റെ തുടക്കത്തിൽ. ആ പുരുഷോത്തമനായ രാമനിൽ നിന്ന് രാമനെ കുറിച്ച് നാരദൻ വർണ്ണിക്കുന്നു. വാത്മീകിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു. സർവഗുണങ്ങളുടെയും സമന്വയിച്ച രൂപമായ രാമനെ കുറിച്ചുള്ള ഗംഭീരമായ വർണ്ണനകൾക്ക് ശേഷം രാമായണം അവസാനം എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ഗുണഗണങ്ങളിൽ നിന്നെല്ലാം അകലെ മാറി നിന്നുകൊണ്ട് പല ഗുണങ്ങളെയും വിച്ഛേദിച്ചൊരു രാമനെ നമുക്ക് കാണാം. ഇതൊക്കെ വലിയ കോൺട്രഡിക്ഷൻസ് നടക്കുന്നുണ്ട് രാമായണത്തിൽ. അപ്പം അങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇപ്പൊ വിശ്വാമിത്രന്റെ ഉപദേശപ്രകാരം ചെറുപ്പത്തിൽ നടത്തിയിട്ടുള്ള യാത്ര അവസാനം എത്തി നിൽക്കുന്നത് ഈ ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യത്തിലാണ്. ഇന്നും പ്രാകൃത ആശയങ്ങൾ, ഏറ്റവും പൗരാണിക കാലഘട്ടത്തിലേതായിട്ടുള്ള ദർശനങ്ങളും ആശയങ്ങളും പ്രതിലോമ ചിന്തകൾക്ക് അനുസൃതമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രം പഠിപ്പിക്കണം സ്കൂളുകളിലും സർവകലാശാലകളിലും എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. പുരാണ കഥാപാത്രമായ ശ്രീരാമനെ ചരിത്ര പുരുഷനാക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാൽമീകി എഴുതിയിട്ടുള്ള ഉത്തമനായ രാമൻ സത്യത്തിൻ്റെയും മര്യാദയുടെയും ധർമ്മത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും ദയയുടെയും മനുഷ്യാനുഭൂതിയുടെയും ഒക്കെ പ്രതീകമായ രാമനെ ഇന്ന് യുദ്ധത്തിൻ്റെ പ്രതീകമാക്കി മാറ്റിയിട്ടുള്ളൊരു ഇന്ത്യ. എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വാൽമീകിയുടെ രാമനിൽ നിന്ന് അപരവിദ്വേഷം വളർത്തുന്നൊരു ഇന്ത്യ. അപ്പൊ എങ്ങനെയാണ് ഒരു പുരാണ ഗ്രന്ഥങ്ങൾ പോലും ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് ഈ ബ്രാഹ്മണ്യത്തിന്റെ ആധിപത്യമാണ്. രാമായണം വ്യത്യസ്ത അധികാര സമ്പ്രദായങ്ങളെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, വ്യത്യസ്ത അധികാര വ്യവസ്ഥകളെ ഉത്പാദിപ്പിക്കുന്നുണ്ട്, വ്യത്യസ്ത അധികാര പരികൽപ്പനകളെ തൊട്ടുണർത്തുന്നുണ്ട്. രാമായണം തൊട്ടുണർത്തുന്നു എന്ന് മാത്രമല്ല, രാമൻ തൊടുന്നിടത്തെല്ലാം തീ പിടിക്കുകയും ആളിപ്പടരുന്ന ജ്വാലകളിൽ നിന്ന് ആ പ്രദേശവാസികൾക്കും ആ പ്രദേശത്തിനുമെല്ലാം പൊള്ളലേൽക്കുകയും ചെയ്യുന്നുണ്ട്. ബാലകാണ്ഡത്തിലും അയോധ്യാകാണ്ഡത്തിലും ഇതൊക്കെ പ്രത്യേകിച്ച് നിരവധി ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നു. നാടും വനവും പൗരന്മാരും രാക്ഷസന്മാരും വാനരന്മാരും ഒക്കെ അടങ്ങിയിട്ടുള്ള രാമായണം. വ്യക്തികൾ തമ്മിലുള്ള സൂക്ഷ്മ ബന്ധങ്ങൾ മുതൽ രാജാധികാരത്തിന്റെ ബൃഹത് ഘടനകൾ വരെ
വ്യാപിച്ചു കിടക്കുന്ന വിപുലമായ പ്രായോഗിക രീതിയിലൂടെയാണ് കാവ്യരചന നടത്തപ്പെട്ടിട്ടുള്ളത്. വിശ്വാമിത്ര യാത്രയിൽ നിന്ന് തുടങ്ങി സീതാസ്വയംവരത്തിൽ അവസാനിക്കുന്ന ആ ബാലകാണ്ഡം, തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്ന ബാലകാണ്ഡം, സീതയുടെ സാന്നിധ്യം അനുഭവിക്കുന്നതോടുകൂടി, സീത അയോധ്യയിലേക്ക് വരുന്നതോടുകൂടി മനുഷ്യബന്ധങ്ങളുടെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന അധികാര പ്രയോഗങ്ങളിൽ വൈവിധ്യമുണ്ടാകാൻ തുടങ്ങുന്നു. രാമാഭിഷേകത്തിന് തയ്യാറെടുക്കുന്ന ദശരഥനാണ് അയോധ്യയിലും ഈ പ്രപഞ്ചത്തിലത്തിന്റെ ഏറ്റവും വലിയ ശക്തനായ സാമ്രാജ്യാധിപതി. അധികാരത്തിന്റെ പ്രതിബിംബമാണ് ദശരഥൻ. ആ ദശരഥന്റെ മൂത്ത പുത്രൻ രാമനെ അധികാരത്തിൽ വാഴിക്കാൻ ഒരുമ്പുന്ന ഏറ്റവും വലിയ തൻ്റെ ഇച്ഛ നടപ്പിലാക്കുന്ന സമയത്ത് അയോധ്യയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നു. രാജാധികാരത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ അന്നും ഇന്നും എപ്പോഴും കൊടുങ്കാറ്റുണ്ടാകും. ശക്തിയുള്ള തിരമാലകൾ ആഞ്ഞടിക്കും. കൊട്ടാരത്തിന്റെ അകത്ത് നടക്കുന്ന വലിയ 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 സംഘർഷങ്ങൾ പുറത്തുള്ള ജനതയ്ക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അന്നും അതെ ഇന്നും അതെ ഏത് രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഉള്ളിലും ഭരണാധികാരിയുടെ മനസ്സിലുള്ളതും ഭരണാധികാരിയുടെ ഏറ്റവും ഇന്നർ സെക്രട്ടേറിയറ്റിലുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയണമെന്നില്ല. രാമനെ പുറത്തു കാണുന്നത് പോലെയല്ല രാമന് ഉള്ളിൽ അനുഭവിച്ചിട്ടുള്ള മാനസിക വികാര വിക്ഷോഭങ്ങൾ. ദശരഥനെ രാമനെ അഭിഷക്തനാകുന്നതിനെ ചോദ്യം ചെയ്യുന്ന കൈകേയി, അതിനു മുമ്പ് മന്ധര എന്ന് പറയുന്ന ആ ദാസിയുടെ എല്ലാവിധത്തിലുള്ള ഈ അഭിഷേകത്തിനെതിരായിട്ടുള്ള വർത്തമാനങ്ങളെല്ലാം ഗ്രഹിച്ചതിന് ശേഷം കൈകേയിയെ വിഷലിപ്തമായിട്ടുള്ള ആശയങ്ങൾക്ക് സ്വാധീനിപ്പിക്കാൻ മന്ധരയ്ക്ക് കഴിയുന്നിടത്താണ് ഇതിന്റെ ഏറ്റവും ഭീകരമായ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പോൾ അധികാരത്തിന്റെ പ്രതാപത്തിലിരിക്കുന്ന ദശരഥൻ എന്ന് പറയുന്ന ചക്രവർത്തി അവരെ ദുർബലനാകുന്നു. അധികാര ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ രൂപത്തിൽ രാമായണം വായിച്ചാൽ ഇതൊന്നും നമുക്ക് തോന്നുന്നു വരില്ല. പക്ഷെ വളരെയധികം രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ തത്വചിന്തകളെക്കുറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗഹനമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ദുർബലനായ ഒരു ചക്രവർത്തിയാണ് കാമാസക്തനായിട്ടുള്ള ദശരഥനിൽ നമ്മൾ കാണുന്നത്. പണ്ട് കൊടുത്ത വരം നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ അങ്ങയുടെ ചൈതന്യത്തിന്, അങ്ങയുടെ അന്തസ്സിന് പോറൽ തട്ടുമെന്ന് കൈകേയിയെ കൊണ്ട് പറയിപ്പിക്കുന്ന മന്ധര, എന്തു ചെയ്യണമെന്നറിയാതെ ദുർബല ഹൃദയത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന ദശരഥൻ, അവസാനം അന്തിമ തീരുമാനം രാമൻ വനത്തിലേക്ക് പോകണമെന്നും അവിടെ ഏകചക്രാധിപതിയായിട്ട് ദശരഥന്റെ പുരുഷാധിപത്യത്തിനെ തകിടം മറിക്കുന്ന കൈകേയിയെ കാണാം. പക്ഷെ അതേ സമയത്ത് തന്നെ കൈകേയി ഇത് പറയുന്നത് പഴയ വരദാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ വരം നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങയുടെ വംശത്തിന്റെ അഭിമാനം, അങ്ങയുടെ വംശത്തിന്റെ യശസ്, ആ യശസ്സിന്റെ കളങ്കമേൽക്കും, അങ്ങ് അപമാനിതനാകും, അതുകൊണ്ട് നിറവേറ്റിയേ പറ്റൂ എന്നുള്ള സൗഹാർദ്ദപരമായ ഭാഷയിൽ അവസാനം പറയുന്നതിന് മുമ്പ് ആ കൈകേയി കാണിച്ചു കൂട്ടിയിട്ടുള്ള പ്രക്രിയകളിലേക്ക് നമ്മുടെ ചിന്തകളൊന്ന് പോകണം. ക്രുദ്ധയായി നിലത്ത് വീണ് കിടന്നുരുണ്ട് മുടിയഴിച്ചിട്ടുകൊണ്ട് ഭർത്താവ് അന്തഃപുരത്തിലേക്ക് കയറിയേറുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട്, ചിലപ്പോൾ കോപിഷ്ഠയായിക്കൊണ്ട് ഏറ്റവും ഭർഷിച്ച വാക്കുകൾ കൈകേയി പറയുന്നു. തൻ്റെ കാര്യം നേടിയെടുക്കാൻ തൻ്റെ മനസ്സിലേക്ക് കയറ്റി വന്ന വിഷലിപ്തമായ ചിന്തകളുടെ ആ ചിന്തകൾ ശരിയാണെന്നുള്ള തോന്നലിൻ്റെ ഫലമായി ആ സ്ത്രീ കാണിച്ചു കൂട്ടുന്ന വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെടുന്നു ദശരഥൻ. രാമനെ വിളിച്ചു വരുത്തുന്നു, രാമനോട് വിവരം പറയുന്നു. രാമൻ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് എപ്പോഴും തയ്യാറാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. വനത്തിലേക്ക് പോകാൻ തയ്യാറാകും. പക്ഷെ ആ വനത്തിലേക്ക് പോകുന്നതിന് മുൻപേ അയോധ്യ എന്ന് പറയുന്ന സാമ്രാജ്യം ശിഥിലമാകാൻ തുടങ്ങി. അധികാരത്തിൻ്റെതായിട്ടുള്ള അകത്തളങ്ങൾ മുഴുവൻ
ശിഥിലീകരിക്കപ്പെട്ടു. ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ആധിപത്യം മുഴുവൻ ഏറ്റവും കഷ്ണങ്ങളായിട്ട് ഛിന്ന ഭിന്നമാക്കപ്പെടാൻ തുടങ്ങി. ഏത് ഏകാധിപതിയുടെ കാലഘട്ടത്തിലും ഇന്നത്തെ ലോകത്തിനെ പരിശോധിക്കുമ്പോൾ ആ ഏകാധിപത്യത്തിന്റെ കീഴിൽ എപ്പോഴും വളർന്നു വരുന്നത് കൊട്ടാരത്തിന്റെ ചുറ്റും നിൽക്കുന്ന സ്തുതിപാഠകന്മാരാണ്. ഏകാധിപതികൾ ഒരിക്കലും ജനങ്ങളുടെ മനസ്സിലാക്കുകയില്ല. ഏകാധിപതികൾ ഒരിക്കലും ഒരു ഘട്ടം കഴിഞ്ഞാൽ തൻ്റെ സ്തുതിപാഠകളിലൂടെ, തൻ്റെ ആശ്രിത വത്സലിലൂടെയാണ് രാജ്യത്തെക്കുറിച്ച് അറിയുന്നത്, ജനത്തിനെ കുറിച്ച് അറിയുന്നത്. ഏത് ലോക ചരിത്രം, ഹിറ്റ്ലർ മുതൽ മുസോളിനി വരെ ഇന്നത്തെ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലിരിക്കുന്ന ഏകാധിപതികളെ കുറിച്ച് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ദേ ഡോണ്ട് ഹാവ് ഗ്രാസ് റൂട്ട് റിയാലിറ്റീസ്. അവരതിന് മെനക്കെടില്ല. ഇവിടെ ദശരഥന് പറ്റിയത് അതാണ്. ദശരഥൻ അയോധ്യ ജനനിവാസികൾ എന്ത് കരുതുമെന്ന് ആലോചിച്ചിട്ടില്ല. അയോധ്യ ജനങ്ങളുടെ നാഡീസ്പന്ദനം തിരിച്ചറിയാൻ ദശരഥൻ തയ്യാറായില്ല. ഭാര്യ പറയുന്നത് കേട്ട് അതിന് വശംവദപ്പെട്ടുകൊണ്ട് ഭാര്യ പറയുന്നത് അനുസരിക്കുന്ന ഒരു ചക്രവർത്തിയായി ദശരഥൻ മാറുകയാണ്. അതുകൊണ്ട് തന്നെ അയോധ്യാവാസികൾ ഒന്നടങ്കം രാമനോടൊപ്പം അനുഗമിക്കുന്നുണ്ട്, ഗുഹൻ തോണിയിൽ കയറ്റി അക്കരെ കടത്തുന്നത് വരെ. അപ്പൊ ജനവാസികൾ മുഴുവൻ രാമനോടൊപ്പമാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നയിക്കുന്ന ട്രംപിനെതിരാണ് ലോകത്തിലെ ബഹുഭൂരിഭാഗം ആൾക്കാർ. പക്ഷെ ട്രംപിന് അത് അറിയുന്നില്ല. ട്രംപിനെ നയിക്കുന്നത് ചുരുക്കം സ്തുതിപാഠകന്മാരും കുറെ കോർപ്പറേറ്റ് മീഡിയാസും കോർപ്പറേറ്റ് ടൈക്കൂൺസുമാണ്, അല്ലെങ്കിൽ യുദ്ധക്കുതിയന്മാരാണ്. അവരുടെ സംഭാഷണങ്ങളിലൂടെ മാത്രമാണ് ട്രംപ് ലോകത്തിനെ മനസ്സിലാക്കുന്ന ആധുനിക രാഷ്ട്ര മീമാംസകരെ പോലും പല ലേഖനങ്ങളിൽ പറയുന്നു. അങ്ങനെ ഒരുപാട് രാജ്യത്തുള്ള പ്രധാനമന്ത്രിമാരുണ്ട്, പ്രസിഡന്റുമാരുമുണ്ട്. ഇതൊക്കെ അവിടെയും കാണാം. ആ ദശരഥൻ രാമനോട് വനവാസത്തിന് പോകാൻ കൽപ്പിക്കുമ്പോൾ രാമൻ അത് സ്വീകരിച്ചപ്പോൾ അവിടെ ക്രുദ്ധനായ ഒരാളുണ്ട്. രാമായണത്തിൽ ഏറ്റവും കോപത്തോടുകൂടി, ഏറ്റവും അധികം വിദ്വേഷത്തോടുകൂടി, പകയോടുകൂടി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അനുജനായ ലക്ഷ്മണൻ. ഇത് കേട്ടിട്ട് കോപാക്രാന്തനായിക്കൊണ്ട്, വേണമെങ്കിൽ ഞാൻ അച്ഛനെ വധിക്കാം, ഈ അധർമ്മം കാണിച്ച അച്ഛനെതിരെ ഞാൻ വധിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുക്കുന്ന ലക്ഷ്മണനെ അവിടെ കാണാം. രാമൻ തടയുകയാണ്. അപ്പൊ രാജാധികാരത്തിന്റെ ഏറ്റവും വലിയ പരമകാഷ്ഠയിലെത്തുമ്പോൾ അവിടെ ബന്ധുത്വത്തിന്റെ സ്ഥാനമില്ല, ബന്ധുമിത്രാദികൾക്ക് സ്ഥാനമില്ല. അധികാര ഘടനകൾ അവിടെ താളം തെറ്റുന്നു. എത്രയോ സാമ്രാജ്യാധിപതികൾ വിഷം കൊടുത്ത് വധിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഏകാധിപതികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ലോക ചരിത്രത്തിൽ. എത്രയോ പേർ സ്തുതിപാഠകന്മാർ ബാക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ജൂലിയസ് സീസറുടെ കാലഘട്ടം മുതൽ ഷേക്സ്പിയർ അവതരിപ്പിക്കുന്ന രംഗമാണ് ഏറ്റവും ബ്രൂട്ടെ ദെൻ ഫോൾ സീസർ. ലോക ചക്രവർത്തിയായ ബ്രൂട്ടസിനെ സീസറിനെ കുത്തുകയാണ് ബ്രൂട്ടസ്. അപ്പോൾ ഒപ്പം നിൽക്കുന്ന സ്തുതിപാഠകന്മാര് പോലും പിന്നിൽ നിന്ന് കുത്തി എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഇവിടെ സ്വന്തം മകനാ പറയുന്നത്, ഞാൻ കൊല്ലാം അച്ഛനെ. ഇതൊക്കെ ഒരു ഗ്രന്ഥത്തിൽ പറയുമ്പോൾ എത്രമാത്രം മനുഷ്യന്റെ വിചാരങ്ങളെ എത്രമാത്രം ഗഹനമായി വിശാലമായി ചിന്തിച്ചുകൊണ്ടാണ് ആദികവി ഇതൊക്കെ ചിത്രീകരിക്കുന്നത്. മനുഷ്യന്മാരുടെ വ്യത്യസ്ത വിചാരങ്ങളെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അദ്ദേഹം വിവരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമില്ലേ? എത്ര വിശാല വീക്ഷണം വേണം ഒരു മനുഷ്യന് എന്നുള്ളത്. എന്തിനാ ഇത്ര വിശാല വീക്ഷണത്തോടുകൂടി പറഞ്ഞൊരു ഗ്രന്ഥത്തിന് സങ്കുചിതത്വത്തിന്റെ മാളങ്ങളിലേക്ക് ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിതാ ഒരു മനുഷ്യന്റെ കഥ പറയുന്നു. ആ മനുഷ്യന്റെ പേരാണ് ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടല്ലേ വാൽമീകി തുടങ്ങുന്നത്. മനുഷ്യന്റെ എല്ലാവിധ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാവിധത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വിചാരങ്ങളുണ്ടോ അതൊക്കെ രാമനിൽ നമുക്ക് കാണാം. ദൈവത്തിന്റെ അവതാരമാണെങ്കിൽ ഈ തരത്തിലുള്ള വികാരങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ് രാമായണം. ആ മനുഷ്യൻ്റെതായിട്ടുള്ള വികാരങ്ങളാണ് ലക്ഷ്മണൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ അച്ഛനെ കൊല്ലാൻ തയ്യാറാണ് ജ്യേഷ്ഠനോട് കാണിക്കുന്ന അനീതിക്കെതിരെ. എൻ്റെ അമ്മമാരിൽ ഒരാളായിട്ടുള്ള കൈകേയി കാണിച്ചിട്ടുള്ള കൊടും ക്രൂരതയ്ക്കെതിരെ അവരോട് പോലും ഞാൻ സംഘടനത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ്. അങ്ങനെ പറയുന്ന ലക്ഷ്മണനെ ഉപദേശിച്ച് ശാന്തനാക്കുന്ന രാമനെ കാണാം. അപ്പൊ രാമനെ പലപ്പോഴും വാൽമീകി ചിത്രീകരിക്കുന്നത് ധർമ്മത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ചക്രവർത്തിയായിട്ടാണ്. ധർമ്മത്തിന്റെ സംസ്ഥാപകനായിട്ടാണ് രാമനെ എപ്പോഴും വാൽമീകി കാണുന്ന പല ഘട്ടങ്ങളിലും.
വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ സൂക്ഷ്മതലങ്ങളെ പരിശോധിക്കുമ്പോഴും രാമൻ ഇവിടെ അനുജനോടുള്ള ഉപദേശമാണ് നടത്തിയത്. ഞാൻ അച്ഛൻ്റെ ആജ്ഞ സ്വീകരിക്കാം, എനിക്ക് വനവാസത്തിന് പോകുന്നതാണ് താല്പര്യം, രാജാധികാരമല്ല. അത് അവിടെയും പറഞ്ഞു. ഭരതൻ വന്നപ്പോൾ അവിടെയും പറഞ്ഞു, ഭരത, നീ രാജാവായിട്ട് വാണരുളൂ, എനിക്ക് രാജാധികാരത്തിനോടൊരു താല്പര്യവുമില്ല. സിംഹാസനത്തിനെ ഇത്രമാത്രം അകറ്റി നിർത്തിയിട്ടുള്ള ലോകത്തിലെ ഒരു കഥാപാത്രം ഈ ലോക ചരിത്രത്തിലില്ല. പക്ഷെ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സിംഹാസനം നിലനിർത്തുന്നതല്ല നമ്മുടെ രാജ്യത്തിലടക്കം. ഇവിടെയാണ് രാമായണത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ ഭൂരിഭാഗം ജനതയ്ക്ക് മനസ്സിലാകാത്തത്. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പടർന്നു കയറുന്ന ഒരു പ്രതിഭാസമാണ് ഈ അധികാരത്തിനോടുള്ള ആസക്തി. ഏറ്റവും വീര്യം കൂടിയിട്ടുള്ള ഡ്രഗ്സിനേക്കാളും ഇൻടോക്സിക്കേറ്റീവ് പവറുള്ള സാധനമാണ് അധികാരം. ഏറ്റവും വലിയ ലഹരി പവറാണ്, പവർ. ആ അധികാരം എത്തിപ്പിടിക്കാൻ ഏത് വിധത്തിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് അന്നത്തെ കാലഘട്ടവും കാണിക്കുന്നു, ഇന്നത്തെ കാലഘട്ടവും കാണിക്കുന്നു. അധികാരത്തിനോടുള്ള പ്രതിരോധങ്ങൾ വളർന്നു വരുമ്പോൾ ആ പ്രതിരോധങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നു. ഇപ്പോഴും കണ്ടു, 5-6 ദിവസം മുമ്പ് അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഇന്ത്യയിലും കണ്ടു. നമ്മൾ അധികാരത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നത്. അവിടെ പക്ഷെ രാമൻ പ്രക്ഷോഭത്തിന് തയ്യാറാകുന്നില്ല. രാമൻ ശിരസ വഹിക്കുകയാണ് അച്ഛൻ്റെ ആജ്ഞ. പക്ഷേ മടങ്ങിപ്പോകുമ്പോൾ അമ്മയെ കാണാൻ പോകുന്നൊരു സന്ദർഭമുണ്ട്. കൗസല്യാദേവിയെ കാണാൻ പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മകനെ നീ പോകരുത്. അച്ഛൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അമ്മ പറയുന്നതാണ് കേൾക്കേണ്ടത്. അമ്മയുടെ വചനം നീ തള്ളിക്കളയാൻ പാടില്ല. അമ്മ നിന്നെ പ്രസവിച്ച അമ്മയാണ്. അച്ഛൻ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കൈകേയിയുടെ സ്വാധീനത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത് രാജനീതിയല്ല, രാഷ്ട്രത്തിനോട് കാണിക്കുന്ന ഒരു തരത്തിലുള്ള വഞ്ചനയാണ്. നീ പോകരുത് എന്ന് കൗസല്യാദേവി പറഞ്ഞ പോട്ടും രാമൻ അനുസരിക്കുന്നില്ല. കൗസല്യ പറയുന്നുണ്ട്, അമ്മയെ അനുസരിക്കാത്ത രാമ, നീ ദുഃഖിക്കേണ്ടി വരും. എല്ലാ കഥാപാത്രങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ചിന്താഗതികൾ വാൽമീകി ഉൽപ്പാദിപ്പിക്കുകയാണ് അവരുടെ സംഭാഷണങ്ങളിലൂടെ. അങ്ങനെ രാമൻ വനവാസത്തിലേക്ക് പോകുന്നു. ബാലകാണ്ഡത്തിൽ രാജാധികാരത്തിന്റെ സമൂർത്ത സ്വഭാവമായി രാമൻ അവതരിപ്പിക്കപ്പെടുന്നു. ആ രാജാധികാരത്തിന്റെ ആജ്ഞകളും രാജാധികാരത്തിന്റെ ശാസനകളും പരിപാലിക്കാൻ വേണ്ടി വനത്തിലേക്ക് പുറപ്പെട്ട രാമൻ. എന്താണ് ഈ വനം? എന്തിനാണ് വാൽമീകി രാമനെ വനത്തിലേക്ക് അയച്ചത്? വേറെ എത്രയോ പ്രകൃതിയിൽ എത്രയോ പ്രതിഭാസങ്ങളുണ്ടല്ലോ. വാൽമീകി വനം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? വനം എന്ന് പറയുന്നത് ഒരു കേവലമായ നിർവചിക്കപ്പെട്ടിട്ടുള്ളൊരു പ്രതലമല്ല. വനമെന്ന പ്രതിഭാസം സങ്കീർണമായ നിരവധി സാധ്യതകളിലേക്ക് വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. മനുഷ്യ ജീവിതമാണ് വനം. അനന്തമായ വേരുകളുള്ള മഹാവൃക്ഷങ്ങളുടെ സങ്കേതങ്ങളിലേക്കാണ് ഈ കുമാരൻ കടന്നു ചെല്ലുന്നത്, ഭാര്യാസമേതനായും അനുജനോടുമൊപ്പം. ഇപ്പൊ ഭീകരമായ വനത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ജീവിതം തന്നെ അതിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് തുറക്കപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന തുടക്കം മുതൽ, വനമാണ് എനിക്ക് പ്രിയം, രാജാധികാരമല്ല. നമ്മുടെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഡൊണാൾഡ് ട്രംപിലേക്കൊന്നും പോകണ്ട. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ തന്നെ കാണാം, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന ആൾ വരെ, രാജ്യത്തിൻ്റെതായാലും ഏത് രാജ്യത്തിൻ്റെതായാലും, ഒരിക്കൽ കസേരയിൽ കയറിയിരുന്ന പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരത്തിൻ്റെ ആസക്തിയാണ്. അതുകൊണ്ടാണ് പണ്ട് ലോർഡ് ആക്ടൻ പറഞ്ഞിട്ടുണ്ട്, പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അധികാരം അത്രമാത്രം അഴിമതിക്ക് വിധേയമാണ്. ഇറ്റ് ഈസ് എ ഇൻടോക്സിക്കേഷൻ. അതൊരു ലഹരിയാണ് അധികാരം എന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ലോക ചരിത്രത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളെല്ലാം ഇന്ത്യയിലും ലോകത്തിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ ദീർഘദർശിത്വത്തോടു കൂടി അറിയാവുന്നൊരു കുമാരനാണ് ശ്രീരാമൻ. അതുകൊണ്ട് അദ്ദേഹം വനത്തിനെ തിരഞ്ഞെടുത്തു. അവിടെ അനീതി കാണിക്കേണ്ട ആവശ്യമില്ല.
അവിടെ അധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല. താൻ എന്തിനു വേണ്ടിയിട്ട് വനത്തിലേക്ക് പോകുന്നുവോ ആ ജീവിതം അങ്ങനെ സമാധാനത്തോടും സഹിഷ്ണുതയോടുകൂടി കഴിച്ചുകൂട്ടി ജീവിക്കുക. ഇതായിരുന്നു രാമന്റെ ലക്ഷ്യം. മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക ജീവിതത്തിൽ ഉഴുതുമറിച്ച് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള വികാരങ്ങളും അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഈ വനത്തിൽ ജീവിതം തന്നെ ഒരു വനമാണ്. ആ വനത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു വനസഞ്ചാരമാണ്. അപ്പൊ അവിടെ കണ്ടുമുട്ടുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അവരോടൊക്കെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? മനുഷ്യ ജീവിതം മിക്കവാറും ആൾക്കാരുടെ ജീവിതം വേണ്ടത്ര പരാജയം വിജയം എന്നുള്ള ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഭൂരിഭാഗം മനുഷ്യന്മാരും ജീവിതത്തിൽ ഒരു ദുർബല ഹൃദയരാവാനുള്ള കാരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മിക്കവാറും ആൾക്കാർ ആൾക്കൂട്ടത്തിന്റെ ഭാഗമാണ്. ഇന്ന് പ്രത്യേകിച്ചും ലോകത്തിനെയും സമൂഹത്തിനെയും മാറ്റിമറിക്കുന്ന പ്രതിഭാധനന്മാരോ അല്ലെങ്കിൽ സർഗപ്രതിഭകളോ മഹാമനുഷ്യകളോ വളരെ 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 ചുരുങ്ങിയൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മോഹൻദാസ് കരംചന്ദിക്ക് ശേഷം വേറൊരു ഗാന്ധി ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ. അങ്ങനെ ഓരോ രംഗത്തും പരിശോധിച്ചു നോക്കും. ബിക്കോസ് പീപ്പിൾ ലൈക്സ് ടു ബി പാർട്ട് ഓഫ് ദി ക്രൗഡ്. ഇവിടെ രാമൻ കാണിക്കുന്നത് വ്യതിരക്തനായിട്ടൊരു മനുഷ്യനെയാണ്. അധികാരത്തിനെ ഉപേക്ഷിച്ച രാമൻ വനത്തിലേക്ക് അദ്ദേഹം കിടക്കുന്ന സമയത്ത് മനുഷ്യ ശരീരങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാതരം വികാരങ്ങളെയും വിചാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ ഈ ഘടകങ്ങളെ, സന്ദർഭങ്ങളെ, നമ്മുടെ മുന്നിലുള്ള പ്രകൃതിയെ, മനുഷ്യരെ അഭിമുഖീകരിക്കാമെന്നാണ് വാത്മീകി അദ്ദേഹത്തിലൂടെ കാണിച്ചു തരുന്നത്. അധികാരത്തിന് അദ്ദേഹം മാറ്റിമറിക്കുകയാണ്. അയോധ്യ ചക്രവർത്തി രാമൻ അധികാരമില്ലാത്ത വനത്തിലേക്ക്, അധികാരത്തിന്റെ പ്രത്യേക അതിർത്തികളില്ലാത്ത വനപ്രദേശത്തേക്ക് കിടക്കുകയാണ്. സാമ്രാജ്യത്തിന് അതിർത്തികളുണ്ട്, സാമ്രാജ്യത്തിന് അധികാര ഘടനകളുണ്ട്. അയോധ്യക്ക് സാമ്രാജ്യത്തിന് അധികാരത്തിനെ സംരക്ഷിക്കുന്ന കിങ്കരന്മാരുണ്ട്, പട്ടാളുണ്ട്, ജുഡീഷ്യറി ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിക്കുന്ന വനം. ആ വനത്തിൽ അധികാരത്തിന് ഘടനകളില്ലാത്ത ആ പ്രദേശത്തേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ ഓരോന്നിനെയും അഭിമുഖീകരിക്കും? അപ്പൊ ജീവിതത്തിൽ രണ്ട് തരത്തിൽ ജീവിതത്തിനെ അഭിമുഖീകരിക്കാം. അന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം, ഇന്നും നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. Either you can react with the situation or you can respond with the situation. ഒന്നെങ്കിൽ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളോട് നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യാം, പ്രതികരിക്കാം, പെട്ടെന്ന് പ്രതികരിക്കാം. അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം, ആലോചിച്ചിട്ട് പ്രതികരിക്കാം. ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും റിയാക്ട് ചെയ്യുന്നവരാണ് ഏത് പ്രശ്നത്തിലോടും. ആലോചിച്ച് പ്രതികരിക്കുന്നവർ വളരെ കുറവാണ്. അന്നും അതെ, ഇന്നും അതെ. ഇന്ന് പ്രത്യേകിച്ചും ആരെങ്കിലും ഒരാളെ പബ്ലിക്കായിട്ട് ചീത്ത പറഞ്ഞാൽ അപ്പം കൊടുക്കും അങ്ങോട്ട് ഇരട്ടി മറുപടി. അത് പ്രത്യേകിച്ച് ഉദാഹരണമാണ് നമ്മുടെ വൈകുന്നേരത്തെ TV ചർച്ചകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുക, അട്ടഹസിക്കുക. സംഭാഷണങ്ങളും സംവാദങ്ങളുമില്ല, ആക്രോശങ്ങളും അട്ടഹാസങ്ങളുമാണ് എല്ലായിടത്തും. അതെന്തുകൊണ്ടാണ്? റിയാക്ഷനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. റെസ്പോണ്ടിങ്ങിനോട് ആർക്കും താല്പര്യമില്ല. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് മറുപടി പറയാൻ 3-4 ദിവസം എടുത്തുകൊണ്ട് എന്താ പ്രശ്നം? അപ്പൊ തന്നെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അഭിമാനം പോകുമെന്ന പലരുടെയും ചിന്ത. ഇവിടെ രാമൻ ആലോചിച്ച് പ്രതികരിക്കുന്ന ആളാണ്. അതിനേക്കാൾ കൂടുതൽ ആലോചിച്ച് പ്രതികരിക്കുന്ന ആളാണ് സീത. അതുകൊണ്ട് ആഴത്തിലേക്കുള്ള ഗഹനമായിട്ടുള്ള വനത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ വനത്തിലേക്ക് കടക്കുമ്പോൾ ആലോചനയുടെ, ഗഹനമായ ചിന്തകളുടെ ഉടമകളായിട്ട് മാറിയത് മൂലം അധികാരത്തിന്റെ ഘടനയിൽ മാറ്റം വരുന്നു. അധികാരത്തിന്റെ പുറന്തോടുകളെ അവർ മാറ്റിമറിക്കുന്നു. വനത്തിലെ അധികാരത്തിന്റെ ബലതന്ത്രം അയോധ്യയിൽ തിരിച്ചറിഞ്ഞ ബലതന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ബാലി സുഗ്രീവന്മാരുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, താടകാവധത്തിൽ കാണുന്ന കാലഘട്ടത്തിൽ, ശൂർപ്പണകാവധം, ഖരവീരന്മാരെ വധിക്കുന്ന കാലഘട്ടത്തിൽ, സാക്ഷാൽ ലങ്കാ ചക്രവർത്തിയെ നേരിടുന്ന സന്ദർഭത്തിലൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ നമ്മൾ കാണുന്നുണ്ട്. ആ യാത്രയിൽ ഒരുപാട് ഭീകര സ്വരൂപികളെ കാണും. ഓരോ
രാക്ഷസന്മാരെ കുറിച്ചും രാമായണം വർണ്ണിക്കുന്നുണ്ട്, അതിഭീകരമായ സത്വങ്ങളെക്കുറിച്ച്, അവരുടെ ക്രൂരമായ മുഖങ്ങളെക്കുറിച്ച്, കണ്ണുകളെക്കുറിച്ച്, മൂക്കുകളെക്കുറിച്ച്, വയറിനെക്കുറിച്ച്, നഖങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണനകളുണ്ട് അതിൽ. അതിക്രൂരമായ ഹൊറിഫിക് ക്രീച്ചേഴ്സ് അവിടെയൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഹിംസയിൽ അധിഷ്ഠിതവും പുരുഷ കേന്ദ്രീകൃതവുമായ അധികാര വ്യവസ്ഥതയുടെ വിവിധ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, അവയുടെ സങ്കീർണതകൾ, ഇതൊക്കെ രാമായണത്തിൽ അയോധ്യയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ പറ്റും. ആ പുരുഷ കേന്ദ്രീകൃത അധികാര വ്യവസ്ഥയാണ് കൈകേയി ചോദ്യം ചെയ്ത് താളം തെറ്റിച്ചത്. അത് വളരെയധികം പഴയ വരദാനത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലാണ്ട് ആക്രോശിച്ചുകൊണ്ടല്ല. ഇവിടെ അയോധ്യയിൽ നിന്ന് വനത്തിലേക്ക് എത്തിയിട്ടുള്ള രാമൻ ഈ അയോധ്യയിൽ പ്രകടിപ്പിക്കപ്പെട്ടുള്ള അധികാര സ്വഭാവ സവിശേഷതകളിൽ നിന്ന് വ്യതിരിക്തമായി വനത്തിലൂടെയുള്ള യാത്രയിൽ, ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് വളരെ സൗമ്യനായി, ശാന്തനായി, ഏറ്റവും മനോഹരമായിട്ടുള്ള എല്ലാവിധ പ്രകൃതിയിലെ എന്തെല്ലാം വിധത്തിലുള്ള മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ടോ അതാണ് ചിത്രകൂടം. പലതരത്തിലുള്ള മൃഗങ്ങൾ, പലതരത്തിലുള്ള ജന്തുക്കളുമൊക്കെ വിഹരിക്കുന്ന പ്രദേശത്ത് രാമൻ ഈ പ്രകൃതിയെ തന്നെ നോക്കി നിന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജാവാണെന്ന് മറന്നു പോകുന്നൊരു കാലഘട്ടമായിരുന്നു ചിത്രകൂടവാസം. ആ സമയത്ത് ഈ പുരുഷ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ആധിപത്യം പ്രകടിപ്പിക്കാനുള്ള ഒരു ഘട്ടം അവിടെ ഉയർന്നിട്ടില്ല. പക്ഷെ അതേ സമയത്തിന്റെ ചിത്രകൂടത്തിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരതന്റെ ആഗമനം ഉണ്ടായതോടുകൂടി രാമായണം വേറൊരു ദിശയിലേക്ക് കടക്കുകയാണ്. ആ ദിശയല്ല, ഭരതൻ രാമനും ലക്ഷ്മണനും സീതയും വളരെ സമാധാനത്തോടും സഹവർത്തിത്വത്തോടും സഹിഷ്ണുതയോടും കൂടി അവിടെ ജീവിച്ചപ്പോൾ കേകേയ രാജ്യത്ത് നിന്ന് മടങ്ങിയെത്തിയിട്ടുള്ള ഭരതൻ അമ്മ കാണിച്ചിട്ടുള്ള ക്രൂരതകൾ മനസ്സിലാക്കി, അമ്മയെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ക്രൂരമായ വാക്കുകളിലൂടെ അധിക്ഷേപിച്ചിട്ടുള്ള മകൻ, ജ്യേഷ്ഠന് കിട്ടാത്ത സിംഹാസനം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഭരതൻ, എങ്ങനെയെങ്കിലും ജ്യേഷ്ഠനെ മടക്കിക്കൊണ്ടുവന്ന് രാജാധികാരം ഏൽപ്പിക്കണമെന്ന് പറയുന്ന ഭരതൻ, രാജ്യവാസികളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ഭരതൻ ചിത്രകൂടത്തിലേക്കല്ല പോയത്. സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ കാണാം അയോധ്യ ചിത്രകൂടത്തിലേക്ക് പോയി. അയോധ്യാവാസികൾ, അയോധ്യയിലെ രാജാധികാരം, അയോധ്യയിലെ സർവശക്തികളും രാമചന്ദ്രന്റെ അടുത്തേക്ക് പോയി രാമനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അയോധ്യ ഈ വനത്തിലേക്ക് പോവുകയാണ്, ചിത്രകൂടത്തിലേക്ക് രാമനെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്ന ഭരതൻ അവിടെ എത്തുന്ന സമയത്താണ് രാമൻ സംശയത്തോടുകൂടി ഭരതന്റെ ആഗമനത്തിനെ കാണുന്നത്. ഭരതന്റെ ആഗമനം കണ്ടിട്ടുള്ള ലക്ഷ്മണൻ ആയുധമെടുത്തുകൊണ്ട് ഭരതന്റെ സന്നാഹത്തിനെ എതിർക്കാൻ പുറപ്പെടുന്നു. അപ്പോഴാണ് ശാന്തശീലരായി അവിടെ ജീവിച്ചിട്ടുള്ള, സമാധാനത്തോടും സഹിഷ്ണുതയോടൊക്കെ ജീവിച്ച് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് ജീവിച്ചിട്ടുള്ള ആ രാജകുമാരന്മാരുടെ മനസ്സിന്റെ വീണ്ടും രാജാധികാരത്തിനെ കുറിച്ചുള്ള ചിന്തകൾ ആവിർഭവിക്കുന്നത്. യുദ്ധത്തിന്റെ അഭിരമിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ മുഹൂർത്തം. യുദ്ധം മറന്നിരുന്നു. നേരത്തെ താടകാവധം കഴിഞ്ഞതിന് ശേഷം വലിയൊരു യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഭരതൻ വന്നതോടുകൂടി തങ്ങളുടെ അധികാരത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വരികയാണോ എന്നുള്ള, അല്ലെങ്കിൽ തങ്ങളെ വീണ്ടും യുദ്ധത്തിലേക്ക് നയിച്ച് തടങ്കലാക്കപ്പെടാൻ വരികയാണെന്നുള്ള ചിന്ത ഉദിച്ചു വന്നതിന്റെ ഫലമായിരിക്കാം ഒരു പക്ഷേ ലക്ഷ്മണൻ അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ആയുധമെടുത്തുകൊണ്ടുള്ള സന്നാഹങ്ങളോടുകൂടി മുൻപന്തിയിലേക്ക് വന്നത്. രാമൻ തടയുന്നു. അനുജൻ വന്ന് രാമനോട് അപേക്ഷിക്കുന്നു, ഏട്ടൻ തിരിച്ചു വരണം. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അവിടെയും രാമൻ എന്താ പറയുന്നത്? ഞാനില്ല ഇനി അധികാരത്തിലേക്ക്, ഞാൻ അധികാരത്തിലേക്കില്ല. ഞാൻ സത്യത്തിനെ പരിപാലിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, എനിക്ക് രാജാധികാരത്തിനോട് ഒരു താല്പര്യവുമില്ല. അസൂയയും ദുർമോഹങ്ങളും അമിതമായ കാമാസക്തിയും അധികാരത്തോടുള്ള അഭിവാഞ്ചയും ആർത്തി പുരണ്ടിട്ടുള്ള ഒരു ലോകത്തിലേക്ക് വരാൻ ഞാൻ തയ്യാറല്ല. ഇത് പറയുന്നുണ്ട് രാമനെ കൊണ്ട്. മന്ദര എന്നിട്ടുള്ള
ആ ദാസി സൃഷ്ടിച്ചിട്ടുള്ള അസൂയയുടെ, പകയുടെ ആ കൊട്ടാരത്തിൽ നിറഞ്ഞു നിന്നത് ഞാൻ കണ്ടതാണ്. അത് വിശ്വസിക്കുന്ന ചക്രവർത്തിനിമാരെ ഞാൻ കണ്ടു ആ കൊട്ടാരത്തിൽ. ഇനി അങ്ങനെയുള്ള അസൂയയും അധികാരക്കൊതിയും അല്ലെങ്കിൽ അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞു നിന്ന ലോകത്തിലേക്ക് ഞാൻ വരണോ? അനുജ, നീ തന്നെ പോയി രാജ്യം ഭരിക്കും. നീ ഭരണാധിപനാണ്, പ്രഗത്ഭനാണ്, കഴിവുറ്റവനാണ്. അപ്പൊ അധികാരത്തിന്റെ എല്ലാവിധ രുചികളും അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാരത്തിന് കൊണ്ട് അതിനെ സേവിക്കുമെന്ന രാമൻ പറയുന്നത്. വർണ്ണപ്പൊലിമയാർന്ന ഏറ്റവും പ്രകാശപൂരിതമാകുന്ന അയോധ്യ സാമ്രാജ്യത്തിന്റെ എല്ലാവിധ മോഹങ്ങളിലും സ്വാധീനിക്കപ്പെടാതെ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കാഴ്ച. പക്ഷെ ഇവിടെ ചിത്രകൂടത്തിലേക്ക് ഭരതൻ വന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി. എന്ത്? ഇനി അവിടെ താമസിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ആർക്കും വരാം. വീണ്ടും ഭീകരമായ 4ാമത്തെ യാത്ര തുടങ്ങുകയാണ്. അവിടെയൊക്കെ സീത വരുന്നതോ സീത രാമന്റെ ഒപ്പം ഈ ദിശകളിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ യാത്ര വീണ്ടും ഭീകരമായ വനത്തിലേക്ക് കടമ്പോൾ ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കുന്ന സമയത്താണ് രാമായണം വ്യത്യസ്ത രൂപമാർജിക്കുന്നത്. ഭീമാകാരന്മായ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടുന്നു. വിരാടനോടും മറ്റുള്ള രാക്ഷസന്മാരും ശൂർപ്പണയോടുമൊക്കെ ഏറ്റുമുട്ടുന്ന രംഗങ്ങൾ. അത് ധർമ്മസംസ്ഥാപനത്തിന്റെ പ്രതീകമായിട്ടുള്ള രാമനെ വീണ്ടും യുദ്ധത്തിൽ ആകൃഷ്ടനാക്കുന്ന ഒരു രംഗങ്ങളാണ് അവിടെ പടർന്ന് പന്തലിക്കപ്പെടുന്നത്. സീത ചോദിക്കുന്നുണ്ട്, അങ്ങ് വീണ്ടും യുദ്ധത്തിൽ ആകൃഷ്ടനാവുകയാണോ? പഞ്ചവടിയിൽ വയ്ക്കത്തുള്ള പ്രദേശത്തിൽ പഞ്ചവടി ചിത്രകൂടത്തിനെ പോലെ തന്നെ പ്രകൃതി രമണീയമാണ്. സുധീഷ്ണ മഹർഷിയുടെ നിർദ്ദേശാനുസരണമാണ് അവിടേക്ക് കടന്നു വരുന്നത്. അവിടെ അധികം താമസിക്കാൻ സീത നിർബന്ധിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട് മഹർഷിയോട്, ഞാൻ ഇവിടെ അധികം താമസിച്ചാൽ ഞാൻ വെറുതെ അമ്പും വില്ലും എടുത്ത് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ ചിലപ്പോൾ അമ്പെയ്ത് വീഴ്ത്തിയത് വരാം. എന്നിനുള്ളിൽ ഒരു യുദ്ധവാസന ഉടലെടുക്കുന്നു. സീത പറയുന്നു, ഓർമ്മിപ്പിക്കുന്നു, യുദ്ധം ചെയ്യാനല്ല അങ്ങ് ഇങ്ങോട്ട് വരുന്നത്. താപസന്മാരുടെ കർമ്മങ്ങൾ സംരക്ഷിക്കുവാനും അധർമ്മം ചെയ്യുന്നവരെ പരാജയപ്പെടുത്തുവാനുമാണ്, അല്ലാതെ സകല ജീവജാലങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനല്ല. ശ്രീരാമൻ അവിടെ നിൽക്കുന്നില്ല. ശൂർപ്പണഖ വരുന്ന സമയത്ത് തന്നെ രാമൻ പറയുന്നത് ലക്ഷ്മണനോട് അവിടെ നേരിടാൻ. രാമനോട് പ്രേമാർദ്ദന നടത്തി, പിന്നീട് ലക്ഷ്മണനോട് നടത്തി. ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് അവിടെയെല്ലാം. ശൂർപ്പണഖയോടുള്ള യുദ്ധത്തോടുകൂടി രാമായണത്തിന്റെ വലിയ ട്വിസ്റ്റ് നടക്കുകയാണ്. ശൂർപ്പണഖ വരുന്നത് നേരത്തെ ആദ്യം പറഞ്ഞ ആ യാത്രയുണ്ടല്ലോ, സീതയുടെ അപഹരണത്തിലേക്കുള്ള യാത്ര, അവിടെ ആരംഭിക്കുകയാണ്. അധികാരം വേറൊരു ദിശയിലേക്ക് പോവുകയാണ്. അവിടെ ആരുടെ ജനസ്ഥലമാണ് ഈ വനം? ആരുടെ ജനനസ്ഥലമാണ് ഈ വനം? സാക്ഷാൽ രാവണന്റെ. രാവണന്റെ ഏറ്റവും വലിയ ജനസ്ഥലമാണ് ഈ പ്രകൃതി. അഭൗമികമായ ശക്തിയുടെ, പുരുഷ തേജസ്സിന്റെ, സൂര്യബിംബത്തിനേക്കാൾ ശോഭയുള്ള, അത്രമാത്രം വലിയ തേജോമയനായിട്ടുള്ള ചക്രവർത്തിയാണ് ലങ്കാധിപൻ എന്ന വാൽമീകി പറയുന്നത്. അത്രമാത്രം ശോഭ, സൂര്യശോഭയെ വെല്ലുന്ന ചൈതന്യമാണ് രാവണന്റെ. ആ രാവണന്റെ അനുജത്തിയാണ് ശൂർപ്പണഖ. ആ ശൂർപ്പണഖ തന്റെ അംഗവിച്ഛേദങ്ങൾ വരുത്തപ്പെട്ടതുപോലെ പിന്നീട് ഓടി നടന്ന ജ്യേഷ്ഠന്മാരെ കാണുന്നു. കരവിഭൂഷണന്മാരെ കണ്ടതിന് ശേഷം അവരുമായി യുദ്ധം നടത്തി അവരെയും പരാജയപ്പെടുത്തി രാമൻ. പിന്നീട് അവസാനം ലങ്കയിലേക്ക് വരുന്നത് രാവണനെ കാണുന്നത്. അപ്പൊ രാവണൻ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്? ഏതോ 2 കുമാരന്മാരാണ്, ഒരു സ്ത്രീയെ സംരക്ഷിക്കാനാണ് എന്നുള്ള കഥയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് രാമൻ ഒരു രാക്ഷസിനെ അയക്കുന്നത് ഇവരെ കുറിച്ച് അന്വേഷിച്ചു വരാൻ. അങ്ങനെ അന്വേഷിച്ചു വന്നവനോട് പറയുന്നത്, എന്റെ വാസസ്ഥലം, എന്റെ ജനസ്ഥലം ശിഥിലീകരിക്കപ്പെട്ട ഈ പ്രദേശത്തിൽ നിന്ന് ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അവിടെ പോയി യുദ്ധം ചെയ്ത് രാമരാവണ യുദ്ധം അവിടെ നടത്താമായിരുന്നില്ലേ? എന്തുകൊണ്ട് സീതയെ അപഹരിച്ചു? അതാണ് എന്താ പറയുക, ഈ ഭരണകൂടത്തിൻ്റെ ഡിപ്ലോമാറ്റിക് പോളിസീസ്.
മാരീചനിലൂടെ വന്ന് മായാവേഷം കെട്ടിയ മാരീചനിലൂടെ ആകർഷിക്കപ്പെട്ടിട്ടുള്ള സീത ലക്ഷ്മണനെ പറഞ്ഞേക്കുന്നു. മാരീചന്റെ നിലവിളി കേട്ട് ലക്ഷ്മണൻ അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്മണൻ പോകുന്ന നേരത്തുണ്ടായിട്ടുള്ള സംവാദം, ഏടത്തിയമ്മയെയും ഏട്ടനെയും ഇത്രമാത്രം ഭയഭക്തിയോട് ബഹുമാനത്തോടു കൂടി കണ്ടൊരു കഥാപാത്രം വേറെ ഇല്ല രാമായണത്തിൽ. അവരെ സംരക്ഷിക്കാനാണ് ലക്ഷ്മണകുമാരൻ ഇവരോടൊപ്പം നടക്കുന്നത് മുഴുവൻ. അവരുടെ അംഗരക്ഷകനായി, അവരുടെ ഏറ്റവും വലിയ സേവകനായി നിന്നുകൊണ്ട്. രാമൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്നതുപോലെ ഈ രേഖ വിട്ടിട്ട് എവിടേക്കും പുറത്തു പോകരുത്, ലക്ഷ്മണ രേഖ. പക്ഷെ ആ രാമന്റെ നിലവിളിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ലക്ഷ്മണനെ അവിടെ പറഞ്ഞയക്കുമ്പോൾ ജ്യേഷ്ഠത്തി, അത് രാമന്റെ നിലവിളിയല്ല, എനിക്കറിയാം രാമന്റെ ബലം, രാമൻ അങ്ങനെ കരയുന്ന ആളല്ല എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടും ഏറ്റവും ദുഷ്ടമായ വാക്കുകൾ, അപമാനിക്കപ്പെടുന്ന വാക്കുകൾ, ഒരു മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തിനെയും പിച്ചിച്ചെറിയുന്ന വാക്കുകൾ ജനകപുത്രിയായ സീതയെ കൊണ്ട് വാത്മീകി പറയിപ്പിക്കുന്നു. അത്ര മോശം വാക്കുകളാണ് ഉപയോഗിച്ച്. അതല്ലേ മനുഷ്യന്മാരുടെ മൂർത്തരൂപങ്ങളാണ് ഇവരെല്ലാം എന്ന് കാണിക്കുന്നത്. ദൈവപുത്രിയും ദൈവപുത്രനാണെങ്കിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഭർസനം കേട്ടുകൊണ്ട്, അപമാനിക്കപ്പെട്ട വാക്കുകൾ കേട്ടുകൊണ്ട് ദുഃഖിച്ച് ലക്ഷ്മണൻ പോകുമ്പോൾ ലക്ഷ്മണനും പറയുന്നുണ്ട് സീതയ്ക്കെതിരെ നിന്നുകൊണ്ട്, അതൊരു സ്ത്രീ വർഗത്തിനെതിരായിട്ടുള്ള വാക്കുകളായിട്ട് അവിടെ പറയുകയാണ്. എല്ലാ നാരികളും ഒരുപോലെ. അവിടെയും വരുന്നത് പുരുഷ മേധാവിത്വം. ഇതൊക്കെ അന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അധികാരത്തിന്റെ വ്യത്യസ്ത സ്വരങ്ങളാണ് ഇവിടെയൊക്കെ വർണ്ണിക്കപ്പെടുന്നത്. അങ്ങനെ അധികാരത്തിന്റെ വ്യത്യസ്ത സ്വരങ്ങൾ ഇതൊക്കെ കാണുന്ന വർണ്ണിക്കപ്പെടുമ്പോൾ ലക്ഷ്മണൻ അങ്ങോട്ട് പോയ സമയത്താണ് രാവണൻ ഇങ്ങോട്ട് വരുന്നത്, സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നതല്ല. എന്തുകൊണ്ട് രാവണൻ ആ പ്രദേശത്തെ യുദ്ധത്തിന് ഉചിതമായ പ്രദേശമായി തിരഞ്ഞെടുത്തില്ല? തൻ്റെ ജനസ്ഥലമായ വനം, തൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതിയുള്ള വനം, തൻ്റേതായിട്ടുള്ള ജീവജാലങ്ങൾ, എല്ലാ വിധത്തിലുള്ള പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങളും ജീവിക്കുന്ന വനത്തിനെ കൊടും യുദ്ധത്തിന്റെ വേദിയാക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ അധികാരത്തിന്റെ വേറൊരു സ്വരൂപം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ലങ്കാചക്രവർത്തി സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്. വഴിയിൽ വെച്ച് തടഞ്ഞിട്ടുള്ള പക്ഷിരാജനായ ജടായുവിന്റെ ചിറകരിഞ്ഞു, മൂക്കരിഞ്ഞു, ഇതൊക്കെ നമ്മൾ കാണുന്നു. തന്നെ എതിർക്കാൻ ആര് വന്നാലും താൻ അതിനെ നിലംപരിശാക്കുമെന്ന് ലങ്കാചക്രവർത്തി കാണിച്ചു കൊടുക്കുന്നു. വെറും ഒരു സഹോദരിയെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ പേരിലല്ല ഈ ആക്രമണം. തൻ്റെ പുരുഷത്വത്തിന്, തൻ്റെ അധികാരത്തിന്, ലോകം ഭരിക്കുന്ന സാമ്രാജ്യാധിപനായ പുരുഷകേസരിയായിട്ടുള്ള ചൈതന്യം എന്നുള്ള വാക്കിന് എത്രമാത്രം ഗംഭീരമായ അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ പറ്റുമോ, ആ അർത്ഥത്തിന്റെ മൂർത്തിമദ്ഭാവമായ രാവണനെ ചോദ്യം ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ആര്, അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്നുള്ള അധികാരത്തിന്റെ പ്രതിരൂപമാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷമുണ്ടായ സംഭവം എന്താ? ഈ പഞ്ചവടിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഭീകരമായ വനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഒരു കാര്യം ശ്രദ്ധിക്കുക. സീതയുടെ സാന്നിധ്യത്തിന് രാമൻ അത്ര പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. കാരണം യുദ്ധത്തിൽ അഭിരമിക്കാൻ തുടങ്ങി. നിരവധി രാക്ഷസന്മാരെ കൊന്നു, നിരവധി പ്രതിബന്ധങ്ങളെ അതിജീവിച്ചു. രാമന്റെ മനസ്സിലെ ദൈനംദിന ജീവിത സീതയുടെ പ്രസക്തിയില്ലെങ്കിലും രാമായണത്തിൽ സീത നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയതിനു ശേഷം ജടായുവിനെയൊക്കെ വധിച്ചിട്ടതിന് ശേഷവും പിന്നീട് വാനരന്മാരോട് സീത അടയാളവാക്യങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ കാണുന്നു. രാമനും ലക്ഷ്മണനും സഞ്ചരിച്ച് പിന്നീട് കബന്ധൻ എന്ന ഒരു രാക്ഷസനുമായി യുദ്ധം ചെയ്യുന്നു. ആ രാക്ഷസന്റെ ഭീകര രൂപത്തിനെ കുറിച്ച് വർണ്ണിക്കാൻ തന്നെ പേജുകളുണ്ട് രാമായണത്തിൽ. ആ രാക്ഷസനെയും പരാജയപ്പെടുത്തി അപ്പോഴാണ് ആ രാക്ഷസൻ പറഞ്ഞു കൊടുക്കുന്നത് വാനര സാമ്രാജ്യത്തിലേക്കുള്ള വഴി. സുഗ്രീവൻ ഋഷമുഖാചലത്തിൽ താമസിക്കുന്നുണ്ട്, അവിടെ പോയി അദ്ദേഹവുമായി കണ്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ രാക്ഷസനാണ്.
അങ്ങനെ അവിടേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ കഥ അറിയുന്നത്. കിഷ്കിന്ധ സാമ്രാജ്യം വേറൊരു സാമ്രാജ്യം, അയോധ്യ സാമ്രാജ്യം, ലങ്കാ സാമ്രാജ്യം, കിഷ്കിന്ധ സാമ്രാജ്യം, 3 സാമ്രാജ്യങ്ങളുടെ കഥ. അവിടെ എത്തിയപ്പോൾ ഋഷ്യമുഖാചലം എന്ന് പറയുന്ന ആ പർവ്വതത്തിന്റെ കഥകളെ കുറിച്ച് രാമൻ അറിയുന്നു. ബാലിക്ക് ബാലികേറാമലയാണ് ആ പർവ്വതം. കഥ പറഞ്ഞു കൊടുക്കുന്നു സുഗ്രീവൻ. സഖ്യത്തിലേർപ്പെടുന്നു. ബാലിയിലേക്കൊന്ന് കണ്ണോടിക്കും. സന്ധ്യാവന്ദനത്തിന് എപ്പോഴും കടൽ തീര പ്രദേശത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സൂര്യനെ വന്ദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി തന്നെ ആരോ ഉപദ്രവിക്കുന്നുവെന്ന്. പ്രാർത്ഥനാ സമയവേളയിൽ തന്റെ വാലുകൊണ്ട് ആ ഉപദ്രവിക്കുന്ന സാധനത്തിനൊന്ന് കെട്ടിയിട്ട് കക്ഷത്തിൽ വെച്ചു. അദ്ദേഹം ധ്യാനനിമഗ്നനായിട്ട് കുറെ നേരം ഇരുന്നു. ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞ് ധ്യാനനിമഗ്നനായി എല്ലാ അദ്ദേഹത്തിന്റെ ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ച് കിഷ്കിന്ധയിലെത്തിയപ്പോഴാണ് ഈ കക്ഷത്തിലിരിക്കുന്ന സാധനത്തെ കുറിച്ച് ഓർക്കുന്നത്. ആ കക്ഷത്തിലിരിക്കുന്ന സാധനത്തിന്റെ പേരാണ് ലങ്കാചക്രവർത്തി രാവണൻ. രാവണൻ മാപ്പപേക്ഷിക്കുന്നു. അങ്ങയെ ബുദ്ധിമുട്ടിച്ചതിൽ തെറ്റാണ് എന്ന് പറഞ്ഞത് മാപ്പ് കൊടുത്ത് ബാലി പറഞ്ഞേക്കുകയാണ് രാവണൻ. ഇതും വാൽമീകി എഴുതുന്നതാണ്. ഇവിടെ ബാലി വധം കഴിയുന്നു. അപ്പോഴാണ് മനുഷ്യന്റെ ഏറ്റവും വിധത്തിലുള്ള അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ വരുന്നത്. അവിടെ രാമ, എന്ത് രാജാവാ നീ? എന്തിനാ നീ എന്നെ കൊന്നത്? ഒളിയമ്പേത് കൊന്നത്? എന്റെ ആഗ്രഹം സീതയെ വീണ്ടെടുക്കലാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ. ഞാൻ ഈ ലങ്കേശ്വരനെ പിടിച്ചു കൊണ്ടുവരികയില്ലേ? അപ്പൊ ഒരുപാട് ന്യായങ്ങൾ, മറുവാദങ്ങൾ വരുന്നു രാമന്റെ ഭാഗത്ത്. വാൽമീകിയും സുഗ്രീവനും ഒക്കെ പറയുന്ന ന്യായങ്ങൾ. ബാലി യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ പറഞ്ഞു, താര തടസ്സപ്പെടുത്തുന്നുണ്ട്, പോണ്ട യുദ്ധത്തിൽ. സാധാരണ മനുഷ്യനല്ല ഇത്, അപകടത്തിലാകും. പണ്ട് മായാവിയുമായിട്ട് ബാലി ഏറ്റുമുട്ടിയപ്പോൾ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് യുദ്ധം നടന്ന ദിവസങ്ങളും കഴിഞ്ഞുകൂടിയിട്ട് ആരും പുറത്തേക്ക് വരാതിരുന്നപ്പോൾ ക്ഷമ കെട്ടുകൊണ്ട് ആ ഗുഹയുടെ കവാടം ഒരു വലിയ പാറക്കല്ല് കൊണ്ട് അടച്ചു സുഗ്രീവൻ. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ നിന്ന് ചോര ഒഴുകി വരുന്നത്. അപ്പൊ ധരിച്ചത് ഏട്ടൻ മരിച്ചു എന്ന. അങ്ങനെയാണ് പോയിട്ട് പിന്നീട് ഏട്ടന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നതും തന്റെ ഭാര്യയോടൊപ്പം താമസിക്കുന്നതുമല്ല. പിന്നീട് പുറത്തു വരുന്ന ബാലി കാണുന്ന ചിത്രമാണ്. അവിടെയും അധികാരത്തിന്റെ, കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ പോരാട്ടം, ബന്ധുത്വത്തിന്റെ പേരിൽ, ഭാര്യാപകരണത്തിന്റെ പേരിൽ. ചോദ്യം ചെയ്യുന്നു ബാലി, എന്ത് നീചമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് സുഗ്രീവ? ഇത് രാജധർമ്മമല്ലല്ലോ. അങ്ങനെ ബാലിയെ പേടിച്ച് ഋഷ്യമുഖാചലത്തിലെത്തുന്നു. ഋഷ്യമുഖാചലത്തെ കുറിച്ച് പറയുന്നത്, വാൽമീകി പറയുന്നത്, സ്വപ്നങ്ങൾ കാണുന്ന പർവ്വതം. ആ പർവ്വതത്തിന്റെ മുകളിലിരുന്ന് ധ്യാനിച്ചുകൊണ്ട് എന്ത് സ്വപ്നങ്ങൾ കണ്ടാലും അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന രാമായണം പറയുന്നത്. രാവണനും ഈ പർവ്വതത്തിനെ ആരാധിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് സുഗ്രീവൻ അവിടെ പോയി നിന്ന് തൻ്റെ സ്വപ്നം കിഷ്കിന്ധയുടെ സാമ്രാജ്യാധിപതിയാവുക, ബാലിയുടെ കയറാതിരിക്കുക. ബാലിക്ക് വേണ്ടി ശാപമുണ്ട്, അവിടെ കയറിയ തല പൊട്ടിത്തെറിക്കും. ആ പർവ്വത ശിഖരത്തിലിരുന്നു കൊണ്ടാണ് ഇവരുടെ സഖ്യം നടക്കുന്നതും. പിന്നീട് ഒളിയമ്പുകൾ കൊണ്ട് രാമൻ ബാലിയെ വധിക്കുന്നു. അതിശക്തനായ ബാലിയെ വധിക്കാൻ എന്തിനാ ധർമ്മത്തിന്റെ പ്രതീകമായ രാമൻ ഈ വഴി തിരഞ്ഞെടുത്തത്? അതിനെയൊക്കെ നമ്മൾ വ്യത്യസ്ത വീക്ഷണത്തിലൂടെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള ചില ചപല വികാരങ്ങളല്ലേ അത്. ഫാസിസ്റ്റുകൾക്ക് ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഫാസിസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ രാവണനാന്ന് പറയാൻ, വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ദുര്യോധനാണെന്ന് പറയാം. ഇപ്പോൾ ഒരുപാട് ഫാസിസ്റ്റുകളുണ്ടല്ലോ, ഓരോ രാജ്യവും ഭരിക്കുന്നവർ. ഫാസിസ്റ്റുകളുടെ അടിസ്ഥാന സ്വഭാവം എന്താ? അവരെങ്ങനെയാണ് അധികാരം നിലനിർത്തുന്നത്? അവർ അധികാരം നിലനിർത്തുന്നത് ഭയം വാരി വിതറിക്കൊണ്ടാണ്. രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഭയത്തിന് കീഴ്പ്പെടുത്തും. അവർ പേടിപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം ഭരിക്കുന്നത്. പല രാജ്യങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യം തടയും, എഴുതാനുള്ള സ്വാതന്ത്ര്യം, വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും,
ഭരണകൂടത്തിന് ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നവർ പറയും. ഒരു വിധത്തിലുള്ള മനുഷ്യന്റെ സർഗചേതന ഉയർത്തിവിടുന്ന നൈസർഗികമായിട്ടുള്ള ബോധങ്ങളെ മുഴുവൻ അവർ ഇല്ലായ്മ ചെയ്യും. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ 5 വർഷം കൂടി നടക്കുന്ന ഒരു വോട്ടെടുപ്പല്ല. ജനാധിപത്യം നിത്യജീവിതത്തിലെ നൈതിക ബോധമെന്നാണ് ജനാധിപത്യവാദികൾ പറയുക. ജനാധിപത്യത്തിനെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയവർ. ഇന്ന് അങ്ങനത്തെ ഒരു നൈതിക ബോധമുള്ളവർ ഈ ഭൂലോകത്തിലെ തന്നെ വളരെ വിരളമായിരിക്കും. എന്നാൽ കുറേ പേരുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സമരം കാണിച്ചു തന്നത്. എന്നാൽ സാമ്രാജ്യാധിപതികൾക്കും ഫാസിസ്റ്റുകൾക്കും ഒരാളെ പേടിയത്. എല്ലാവരെയും ഭയപ്പെടുന്ന ഫാസിസ്റ്റുകൾക്ക് എപ്പോഴും പേടി അവരെക്കാൾ ശക്തിയുള്ള ഒരാളെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും? ഡൊണാൾഡ് ട്രംപ് ഒരാൾക്കെതിരായിട്ട് ലോകത്തിൽ വർത്തമാനം പറയില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ അധിപൻ 2 ആൾക്കെതിരായിട്ട് ഒരിക്കലും വർത്തമാനം പറയില്ല. അങ്ങനെ ഓരോ രാജ്യത്തിന്റെ പൊളിറ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. തങ്ങളെക്കാൾ അധികാരമുള്ളവരെ കുറിച്ച് അവർ ആക്ഷേപം ചൊരിയുകയില്ല. സുഗ്രീവന് ബാലിയെ വധിക്കണമെങ്കിൽ രാമനോട് പറഞ്ഞു, രാമന് നേരിട്ട് യുദ്ധം ചെയ്യാമായിരുന്നു. പക്ഷെ ബാലിയുടെ ശക്തി രാമൻ അറിയാം. ബാലിയെ പേടിയാണെന്നല്ല പറയുന്നത്. ബാലിയെ ഇത്തരത്തിലെ വധിക്കാൻ പറ്റുള്ളൂ എന്ന് രാമൻ അറിയാമായിരുന്നു എന്ന് രാമായണം വിവരിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ വലിയുള്ള ശക്തിയുള്ള രാവണന് മനസ്സിന്റെ അഗാധതലയിൽ രാമനെ പേടിയാണെന്ന് മണ്ഡോദരി പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഭയം വിതറുന്ന രാവണന് ഈ മനുഷ്യനെ പേടിയാണ്. നമ്മൾ ഒരിക്കലും അമേരിക്കക്കെതിരായിട്ടും റഷ്യക്കെതിരായിട്ടും ഇതേവരെ വർത്തമാനം പറഞ്ഞിട്ടില്ല. ചൈനയ്ക്കെതിരായിട്ട് പോലും വളരെ 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 അപൂർവമായിട്ട് വർത്തമാനം പറയുകയുള്ളൂ. ഫാസിസ്റ്റുകൾ എപ്പോഴും അങ്ങനെയാ, തന്നേക്കാൾ മുകളിൽ നിൽക്കുന്നവനെ ആക്ഷേപിക്കില്ല. ഈ ജാതി സമ്പ്രദായത്തിന്റെ ഒരു പ്രത്യേകതയും ചാതുർവർണ്ണത്തിന്റെ ഒരു പ്രത്യേകതയും അതാണ്. പ്രത്യേകത വെച്ചാൽ ഒരു ദുസ്വഭാവമുള്ള ഒരു ഗുണം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ ക്ഷത്രിയനെ അടിച്ചമർത്തുന്നു, ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ. ദി കാസ്റ്റ് ഹിയറാർക്കി, ഹെജിമണി ഓഫ് ദ കാസ്റ്റ്. എന്നാൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ശൂദ്രൻ, അതിന്റെ മുകളിൽ നിൽക്കുന്ന വൈശ്യൻ. ഇപ്പൊ ഈ സമൂഹത്തിലെ ഇടത്തട്ടിൽ നമ്മുടെ കേരളത്തിലടക്കമുള്ള ഹിന്ദു വിഭാഗത്തിലെ തന്നെ നായര്, ഈഴവര്, അങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങൾ. അതിലേക്ക് അടിയിൽ പോകുമ്പോൾ ദളിത് വിഭാഗം, ആദിവാസി വിഭാഗം, അങ്ങനെയൊക്കെ. മുകളിലുള്ളവർ താഴത്തുള്ളവർ ചൂഷണം ചെയ്യുമ്പോൾ, അടിച്ചമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നിയമം എന്താ വേണ്ടത്? താഴെയുള്ളവൻ മുകളിലുള്ളവർക്കെതിരായി തിരിച്ചടിക്കണം. അതിനല്ലേ ഒരു സാമൂഹിക പരിഷ്കരണത്തിലേക്കുള്ള മുന്നേറ്റമായിട്ട് പരിഗണിക്കപ്പെടുക. എന്നാൽ ഈ ജാതി സമ്പ്രദായത്തിൽ അങ്ങനെയല്ല. മുകളിലുള്ള ജാതി താഴ്ന്ന ജാതിയെ എത്രമാത്രം ചൂഷണം ചെയ്താലും എത്രമാത്രം അടിച്ചമർത്തിയാലും താഴ്ന്ന ജാതിക്കാരൻ മുകളിലുള്ളവർക്കെതിരായിട്ട് പോരാട്ടം അത്രയധികം നടത്തുന്നില്ല. താഴ്ന്ന ജാതിക്കാരൻ തൻ്റെ കീഴിലുള്ളവരെ വീണ്ടും അടിച്ചമർത്തുക. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക വിഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ അടിത്തട്ടിൽ കിടക്കുന്ന ദളിത് ആദിവാസികളുടെ സ്ഥിതി നോക്കിയാൽ അറിയാം. They are always exploited and expropriated. ജാതിയുടെ പേരിൽ തന്നെ കൊല്ലാൻ വരുന്ന വാനരന്മാരാരാണ്? ഹീനജാതിക്കാർ. രാവണൻ കാണുന്നുണ്ട് ലങ്കാ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് തന്റെ വ്യത്യസ്ത രൂപങ്ങൾ ആർജിക്കാൻ പറ്റാവുന്ന ചക്രവർത്തിയാണ് രാവണൻ. ആകാശത്തോളം വലുതാകാം, പ്രപഞ്ചത്തോളം വലുതാകാം. കൈലാസപർവ്വതമെടുത്ത് അമ്മാനമാടിയ ആളാണെന്ന് കഥകൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചക്രവർത്തി വിഹക വീക്ഷണം നടത്തുന്നുണ്ട് ഈ വാനര സൈന്യത്തെ. അത്രത്തോളം മൈലുകളോളം നീണ്ടു കിടക്കുന്ന വാനര സൈന്യത്തിനെ നോക്കിക്കൊണ്ട് രാവണൻ പറയുന്നുണ്ട്, ഇത് ഈ വാനര സൈന്യമോ എന്നെ ആക്രമിക്കാൻ? യഥാർത്ഥ പോരാളിയെ രാവണൻ കാണുന്നില്ല. പുച്ഛമാണ്, അഹംഭാവത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രതീകമാണ്. പക്ഷെ അതേ സമയത്ത് പൗരുഷത്വത്തിന്റെ ഉന്നതമായിട്ടുള്ള ദൃഷ്ടാന്തവുമാണ് രാവണൻ. ആക്രമണോത്സുകതയാണ് രാവണന്റെ മുഖമുദ്ര. മര്യാദയില്ല, വിനയമില്ല. അതുകൊണ്ടാണ് തൻ്റെ സഹോദരി ശിക്ഷിക്കപ്പെട്ടപ്പോൾ, തൻ്റെ സഹോദരന്മാർ വധിക്കപ്പെട്ടപ്പോൾ രാമൻ
രാവണൻ പ്രതികാര ജ്വാലയായി ആളിക്കത്തിക്കൊണ്ട് സീതാപഹരണം നടത്തി ലങ്കയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ചിട്ടോ ലങ്കയിൽ സീതയെ ഉപദ്രവിക്കുന്നൊന്നുമില്ല രാവണൻ. സീതയെ അശോകവനത്തിന്റെ അടിയിൽ ഇരുത്തിയിരിക്കുകയാണ്. പരിചാരകന്മാരെ ഏൽപ്പിക്കുന്നു സീതയെ പരിരക്ഷിക്കുവാൻ. രാമന്റെ വരവ് രാവണൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അയോധ്യ സാമ്രാജ്യത്തിൽ കൈകേയിയിൽ നിന്നും മന്ദരയിൽ നിന്നും തുടങ്ങിയിട്ടുള്ള അപശകുനങ്ങൾ, കിംവദന്തികൾ, പരദൂഷണങ്ങൾ, ഇതൊക്കെ ഒരു സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ ഇളക്കിയപ്പോൾ, അതിലൂടെ മനുഷ്യ ബന്ധങ്ങൾ മുഴുവൻ തകർത്തെറിയപ്പെട്ടപ്പോൾ, ചില അമ്മമാര് കരഞ്ഞപ്പോൾ, ചില അമ്മമാര് ചിരിച്ചപ്പോൾ, ഒരച്ഛൻ മരിച്ച് വിരഹദുഃഖം കൊണ്ട് മരിച്ചപ്പോൾ, മക്കളെല്ലാം കാട്ടിൽ താമസമാക്കിയപ്പോൾ, ലോകത്തിലെ തന്നെ വലിയ സാമ്രാജ്യ ക്ഷാകുവംശം തകർന്ന് തരിപ്പണമാകുന്ന അയോധ്യയുടെ അന്തഃപുര കഥകൾ ലോകത്തിന്റെ മുന്നിലുണ്ട്. അധികാരം നമ്മുടെ ചിന്ന ഭിന്നമാകുന്ന കാഴ്ച കാണുന്നത്. അതുപോലെ ഇവിടെ ലങ്കയിൽ ഈ മനുഷ്യനെ പേടിക്കണം, നിസ്സാരനല്ല. നിങ്ങൾ വിചാരിക്കുന്ന ഒരു എതിരാളിയല്ല ഇത്. സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. എന്ന് പറയുന്ന മണ്ഡോദരിയെ കാണാം, എന്ന് പറയുന്ന വിഭീഷണനെ കാണാം. എന്നാൽ ഉപദേശം കേൾക്കാൻ അധികാര ലഹരി തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഏകാധിപതികൾ തയ്യാറാവുകയില്ല. കാരണം they are ruled by ego. ഇഗോട്ടിസം എന്ന് പറയുന്ന വലിയൊരു ശത്രുവാണ് മനുഷ്യന്റെ. നമ്മളെല്ലാം ഒരു ദിവസം വൈകുന്നേരം രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് എത്ര പ്രാവശ്യം ഞാൻ എന്ന് പറയും? എത്ര പ്രാവശ്യം പറയും? അറിയാതെ തന്നെ നാളെ മുതൽ ഒന്ന് പരിശോധിച്ചു. ഇത് അറിയാതെ വരികയാണ് ഞാൻ. മഹാത്മാക്കളൊക്കെ പറയുന്നത് ഞാനല്ല, ഞങ്ങളാണ്. പക്ഷെ നമുക്കത് പറയാൻ എത്രയോ കാലം വേണ്ടി വരും. നമ്മളത് ശീലിച്ചിട്ടില്ല. എന്നാൽ ഫാസിസ്റ്റ് ഭരണാധികാരികൾ ഞാൻ എന്നെ പറയുള്ളൂ. ഞാൻ ഇപ്പോൾ ഇറാനെ ചുട്ട് ചാമ്പലാക്കും, ഞാൻ ഇപ്പോൾ ഇറാനെ തകർത്ത് തരിപ്പണം. എത്ര പ്രാവശ്യം ഇയാൾ പറഞ്ഞു ട്രംപ് ഇരുന്നിട്ട്? ട്രംപിനാകെ പേടിയുള്ളത് നെത്യാനെഹുവിനെ മാത്രം, വേറെ ആരെയില്ല. യുദ്ധം നടത്തുന്നത് നെത്യാനെഹുവിന് വേണ്ടിയിട്ടല്ല, ലോകത്തിനോ അമേരിക്കയ്ക്കോ വേണ്ടിയിട്ടല്ല. ഞാൻ എന്നുള്ള ഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു യുദ്ധം. സാമ്രാജ്യം ശിഥിലീകരണമാകും. ലോകത്തിൽ എത്രയോ നിരപരാധികളായ ജനവിഭാഗങ്ങൾ ജീവൻ കൊടുക്കേണ്ടി വരും. പിഞ്ചു കുഞ്ഞുങ്ങൾ നിഷ്ഠൂരമായി പലസ്തീനിൽ കൊല ചെയ്യപ്പെടും. ഇതൊക്കെ സാമ്രാജ്യാധിപതികളുടെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ലങ്ക മുഴുവൻ ഭസ്മീകരിക്കപ്പെടും, ലങ്ക മുഴുവൻ ഇല്ലാതെയാകും. ലങ്കയിൽ ഇനി ഒരു മണൽത്തരി പോലും അവശേഷിക്കില്ല എന്ന വിഭീഷണ ഉപദേശം കേട്ടുകൊണ്ടും അത് ചെവി കൊള്ളാതെ നീ ആരാ എന്നോട് വർത്തമാനം പറയാനെന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കും. ദാറ്റ് ഈസ് ഫാസിസം. ഏകാധിപതികൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുകയില്ല. നേരത്തെ ഇവിടെ കണ്ടു, യുദ്ധോത്സുകനായ രാമനെ സീത ഉപദേശിക്കുന്നത് ഞാൻ പറഞ്ഞു. സാധാരണ മൃഗങ്ങളെ കൊല്ലാനോ ജീവജാലങ്ങളെ കൊല്ലാനോ അല്ല അമ്പും വില്ലും എടുക്കേണ്ടതെന്ന് മഹർഷിയോട് ശ്രീരാമൻ ഞാൻ ഈ മൃഗങ്ങളെയൊക്കെ ചിലപ്പോൾ കൊല്ലൂന്ന് പറഞ്ഞപ്പോൾ സീത ഉപദേശിക്കുന്നത് വേണ്ട, അത് രാജധർമ്മമല്ല. രാമൻ ആ യുദ്ധത്തിന്റെ പ്രതീകമായിട്ട് മനസ്സിങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഈ സ്വഭാവം മാറുന്നത്. രാവണൻ അതിൻ്റെ ആവശ്യമില്ല. രാവണൻ എപ്പോഴും ആക്രമണോത്സുകതയുടെ പ്രതീകമാണ്. ആ വർണ്ണനയ്ക്ക് തന്നെ വാൽമീകി എത്ര പേജുകളെടുത്തത് യുദ്ധവർണ്ണനാണ്. കൊടും യുദ്ധം, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം. സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറും ഒന്നുമല്ല, വർണ്ണന പ്രകാരം രാമരാവണ യുദ്ധമാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് കൊടിയടയാളം വാനരനാണ്. അവ ചോദിക്കുന്നുണ്ട് ഹനുമാനോട്, ഇത്ര വലിയൊരു യുദ്ധം കണ്ടിട്ടുണ്ടോ ഭാരത യുദ്ധം പോലെ? ഹനുമാന്റെ മറുപടി ഉണ്ട്, ഇതൊക്കെ ഒരു യുദ്ധമാണോ? യുദ്ധം എൻ്റെ യജമാനൻ നടത്തിയ യുദ്ധം. ആ എൻ്റെ യജമാനൻ രാമൻ രാവണനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ രാവണൻ അറിയാം ഇത് ലോകത്തിന് ഭസ്മീകരിക്കപ്പെടുന്ന യുദ്ധമായിരിക്കും. അധികാരത്തിൻ്റെ ജ്വാലയാണ് ഇവിടെ. കത്തിക്കാളി നിൽക്കുന്ന അധികാരം, അതിനോടുള്ള ആസക്തി. ഒരു സ്ത്രീക്ക് വേണ്ടി എന്നല്ല പറയുന്നത് അവിടെ. സ്ത്രീയേക്കാൾ രാവണന്റെ ഉള്ളിൽ
എപ്പോഴും ഒരു രോഷാഗ്നിയായിട്ട് തൻ്റെ സഹോദരിയെയും തൻ്റെ അനുജന്മാരെയും തൻ്റെ വംശത്തിനെയും അധിക്ഷേപിച്ച് തൻ്റെ അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിസ്സാരനായ മനുഷ്യനോ അനുവദിക്കാൻ പാടില്ല. ഹനുമാൻ പറഞ്ഞതല്ലേ അവിടെ പോയിട്ട് സീതയെ കണ്ടതിന് ശേഷം, മഹാറാണി ഞാൻ അങ്ങയെ എൻ്റെ തോളത്തിരുത്തി കൊണ്ടുപോകാം. സമ്മതിച്ചിട്ടില്ലല്ലോ സീത. അപ്പോൾ യുദ്ധം അനിവാര്യമായിരുന്നു. വാർ വാസ് ഇന്നവിറ്റബിൾ. ആ വാർ എന്തിനാ വരുത്തിയത്? അധികാരങ്ങൾ തമ്മിലുള്ള പോരാട്ടം കാണിക്കാൻ. അധികാരത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ള മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള വികാര വിചാരങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ലോകത്തിന്റെ നാശവും ലോകത്തിന്റെ പലത മേഖലകളുടെ സൃഷ്ടിയും ഒക്കെ അവിടെ കാണാൻ പറ്റും ഈ രാമായണത്തിൽ. എന്തൊരു മനോഹരമായിട്ടുള്ള വർണ്ണനയാണ് ഇതെല്ലാം ആകത്തുകയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിക്കപ്പെടുന്നത്. അപ്പൊ അധികാരങ്ങൾ എവിടെ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതിരോധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അയോധ്യയിലെ ശിഥിലീകരണത്തിനെ പ്രതിരോധിക്കാൻ ഒരുമ്പെട്ടത് ദശരഥനാണ്. രാമന്റെ രാജ്യഭ്രഷ്ടിനെ പ്രതിരോധിക്കുന്നത് ഭരതനാണ്. ഇതൊക്കെ പ്രതിരോധങ്ങളാണ്. കൈകേയിയുടെയും മന്ദരയുടെയും മേശനിയെയും തടുത്തു നിർത്താൻ എപ്പോഴും മുന്നോട്ട് വന്നത് ഈ ലക്ഷ്മണനാണ്. രാമന് കാട് എപ്പോഴും ആരുടെ പ്രദേശമാണ്? ബഹിഷ്കൃതരുടെ പ്രദേശമാണ്, പുറത്താക്കപ്പെട്ടവരുടെ പ്രദേശമാണ് കാട്. കാട് വാക്കുകൊണ്ട് അർത്ഥം കൽപ്പിക്കണ്ട. ഇപ്പൊ കാപ്പ ചുമത്തിയിട്ട് പല ആൾക്കാരും പുറത്തേക്കാറില്ലേ, അതേമാതിരി സീത ബഹിഷ്കൃതയായപ്പോൾ അവിടെ പോയി കാട്ടിലേക്കാണ് പറഞ്ഞയച്ചത്. എൻ്റെ വേറെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കായിരുന്നില്ലേ? ബഹിഷ്കൃതരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആരുമില്ല, അവിടെ പ്രകൃതി മാത്രമാണ് തുണ. ആ ബഹിഷ്കൃതരുടെ ലോകമായ കാട്ടിലൂടെ ആ കാട്ടിൽ സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് തുണയേകുന്നത് വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാവിധ ജീവജാലങ്ങളുമാണ്, ശാന്തതയാണ്. അവിടെ മനസ്സിനെ സ്ഥൈര്യത്തോടു കൂടി നിലനിർത്തിക്കൊണ്ട് സ്ഥിതപ്രജ്ഞനാവണം. ദുഃഖവും സന്തോഷവും ഒന്നും അവിടെ ബാധിക്കാൻ പാടില്ല. കാട്ടിലേക്ക് പോയ സീത ഏറ്റവും വലിയ ശക്തിയാർജിച്ച കഥാപാത്രമായി. സീതയെ ഒരു ഘട്ടത്തിൽ ഈ ദണ്ഡകാരണ്യത്തിലേക്ക് കടക്കുമ്പോൾ രാമൻ മറന്നുപോയി എങ്കിൽ രാമായണം അവസാനം എത്തുമ്പോൾ രാമായണം സീതായനമായി മാറി. രാമായണം എത്രത്തോളം കാലം ലോകം വായിക്കുന്നുണ്ടോ അത്രത്തോളം സീത എന്നുള്ള കഥാപാത്രം ജ്വലിച്ചു നിൽക്കും. സിംഹാസനത്തിന്റെ മുഖത്ത് നോക്കി സീതയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു വാത്മീകി. അധികാരത്തിനെ ചോദ്യം ചെയ്തു, ദുരധികാരത്തിനെ ചോദ്യം ചെയ്തു. മര്യാദാ പുരുഷോത്തമനാണ് അത്രയങ്ങ്. പ്രജകളുടെ വാക്ക് കേട്ടിട്ട് എന്നെ ഉപേക്ഷിക്കുകയും 2 തവണ അധികാരത്തിനെ ചോദ്യം ചെയ്യും. ഇന്ന് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് സാധാരണ പ്രജകൾക്ക് അധികാരികളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഇപ്പം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു ഒരു 4-5 ദിവസം മുമ്പ്. നമ്മുടെ മനസ്സിലുള്ള ആ മനുഷ്യന്റെ സർഗശക്തി നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യുമ്പോൾ വളരുക ജനാധിപത്യമാണ്. മൗനം ഫാസിസത്തിനെ വളർത്തും, ഏകാധിപത്യത്തിനെ വളർത്തും. ഫാസിസത്തിന്റെ അടുത്ത കൂട്ടുകാരൻ്റെ പേരാണ് മൗനം. എവിടെയെല്ലാം നിശബ്ദതയുണ്ടോ, എവിടെയെല്ലാം നിസ്സംഗതയുണ്ടോ അവിടെ ഏകാധിപത്യം വളരും. ഇവിടെ നിരന്തര ചോദ്യം ചെയ്യല, ലക്ഷ്മണന്റെ ചോദ്യം ചെയ്യൽ, ഭരതന്റെ ചോദ്യം ചെയ്യൽ, കൗസല്യയുടെ ചോദ്യം ചെയ്യൽ, സീതയുടെ ചോദ്യം ചെയ്യൽ, വിഭീഷണന്റെ ചോദ്യം ചെയ്യൽ, ചോദ്യം ചെയ്ത് അധികാരത്തിന് കിടുകിട വിറപ്പിക്കുകയാണ് ഇവരെല്ലാം. അപ്പൊ അധികാരം വളരെയധികം അപ്രമാദിത്വത്തോടുകൂടി വളരുമ്പോൾ ചോദ്യം ചെയ്യലിലൂടെ അധികാരത്തിന് ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. എന്നിട്ടും ചിലപ്പോൾ അധികാരികൾ ജയിച്ചിട്ടുണ്ടാകാം, ചോദ്യം ചെയ്യുന്നവരെ അടിച്ചമർത്തിയിട്ടുമുണ്ടാകാം. രാമകഥ മുഴുവൻ പറഞ്ഞ് അവസാനം രാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നതോട് കൂടിയിട്ടാണ് നാരദൻ പറയുന്ന കഥ അവസാനിക്കുന്നത്. പിന്നീടുണ്ടാകുന്ന കഥ വേറെ കഥയാണ്, വാത്മീകി എഴുതപ്പെടുന്ന കഥ. ഇതോടനുബന്ധിച്ച് തൻ്റെ അച്ഛൻ്റെ കഥ മക്കൾ വന്ന് പാടുന്ന രംഗം, ആ മക്കളെ കൊണ്ട് രാമകഥ പാടിപ്പിക്കുന്ന ചിത്രം നമ്മൾ അവിടെ കാണുന്നു. ഈ മക്കളെ മനസ്സിലായോ എന്ന് മഹാമുനി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നു.
പണ്ട് ചിത്രകൂട പർവ്വതത്തിൽ രാമനും സീതയും വന്നപ്പോൾ അവിടെ വാത്മീകി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വാത്മീകി 3-4 തവണ കഥാകാരൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗ്രന്ഥത്തിൽ. കുട്ടികളെ മനസ്സിലായില്ല അല്ലേ? പിന്നീട് സീത തന്നെ വരുന്നു. ഇവളെ നിനക്ക് മനസ്സിലായോ? ആ സീതയാണ് ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത്, എന്ത് ചക്രവർത്തിയാണ് നിങ്ങൾ? ഭാഷ വേറെയായിരിക്കാം, വാക്കുകൾ വേറെയായിരിക്കാം, അർത്ഥം ഇതാണ്: അധികാരത്തിനെ ചോദ്യം ചെയ്യുക. പ്രജകളല്ലേ ഏറ്റവും വലിയ അധികാരികൾ. ജനങ്ങളുടെ ശക്തി തിരിച്ചറിയാത്ത ഒരു രാജാവിൻ്റെ രാജാവ്. ജനങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ അപമാനിക്കപ്പെടുന്നു, ഞാൻ അപഹാസ്യയാകുന്നു. ഇതൊക്കെ ഒരു മഹാകവി തന്നെ ചോദിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ ഏത് രീതിയിലും നമുക്ക് കാണാം. വിശ്വാസത്തിൻ്റെ പേരിലും കാണാം, താത്വികമായിട്ടും കാണാം, ചരിത്രപരമായിട്ടും കാണാം. ഏത് രീതിയിലും നമുക്കിതിനൊക്കെ വായിച്ചെടുക്കാം. പക്ഷെ ആ ചോദ്യം ചോദിക്കുന്ന ആർജവുമില്ലേ, അതാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. ഇന്ന് ലോകം മുഴുവൻ ഈ ഏകാധിപത്യ ഭരണകൂടങ്ങൾ 10-40 രാഷ്ട്രങ്ങൾ ഭരിക്കുന്നത്. അവർക്കെതിരെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ലക്ഷക്കണക്കിന് കുട്ടികളും അഭയാർത്ഥികളും ഒക്കെ പാലസ്തീനിൽ വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ മുഴുവൻ ഭീകരമായ മരണം വാരി വിതറുന്നത്. ഇന്ത്യയുടെ പല ഭാഗത്തും സംഘടനകൾ നടക്കുന്നത്. ഈ ഏകാധിപതികളും അവരുടെ അനുചരന്മാരും ഇന്നത്തെ ആധുനിക ലോകത്തിലാണെങ്കിൽ ഏകാധിപതികളുടെ കൂട്ടാളികളാണ് മൂലധന ശക്തികളും മതമൗലികവാദികളും. അന്ന് പിന്നെ മതമൗലികവാദി ഇല്ല. അന്നത്തെ കാലത്ത് മതമില്ല. രാമൻ്റെ കാലത്ത് രാമൻ എന്നെ മതക്കാരനായിരുന്നു എന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല, എവിടെയും പറയുന്നുമില്ല. പക്ഷെ അവിടെ മൂലധന ശക്തികളുണ്ട്, അധികാരപ്രമത്തതയുടെ സ്വരൂപങ്ങളുണ്ട്. ഇന്നത്തെ മാതിരിയുള്ള മൂലധന ശക്തികളല്ല എന്ന് മാത്രം. ഇന്ന് മൂലധന ശക്തികളും മതമൗലികവാദികളും ചേർന്ന് കേന്ദ്രഭരണത്തിന് എല്ലാവിധ ഒത്താശയും എല്ലാ രാജ്യത്തും ചെയ്തു കൊടുക്കുമ്പോൾ ആ പ്രക്രിയയാണ് ഫാസിസം എന്ന് നിർവചിച്ചത്. ഫാസിസത്തിൻ്റെ ആധുനിക ലോകത്തിലെ ഫാസിസത്തിൻ്റെ പിതാവ് ബെനിറ്റോ മുസോളിനി. സോളിനി ആത്മകഥയിൽ പറയുന്നുണ്ട് ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മതമൗലികവാദികളും മൂലധന ശക്തികളും കൂടി സമ്മേളിക്കുമ്പോൾ, ആ സമ്മേളനത്തിന് കേന്ദ്ര ഭരണകൂടം ഒത്താശ ചെയ്യുമ്പോൾ അതാണ് ഫാസിസം. 10-16 കൊല്ലം ഇറ്റലിയിൽ കാണിച്ചു കൊടുത്തത്. ഇപ്പോഴും പല രാജ്യങ്ങളിലും അത് നടപ്പിലാക്കപ്പെടുന്നു. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. എല്ലാ മേഖലകളിലും മൂലധന ശക്തികളുടെ സംഹാരതാണ്ഡവം. അങ്ങനെയുള്ളൊരു അപ്രമാദിത്വത്തിൻ്റെ സ്വരൂപനായിരുന്നു രാവണൻ. ആ രാവണനെ പരാജയപ്പെടുത്തി തിരിച്ചു വന്ന രാമന് പോലും പിന്നെയും ഈ പ്രപഞ്ചത്തിൻ്റെ പലതരം ധർമ്മത്തിനെ മാത്രം പിടിച്ചു നിൽക്കുമ്പോൾ മാനുഷികതയെ രാമൻ മറന്നു പോകുന്നു. ധർമ്മം വേണ്ടാന്നാരും പറയുന്നില്ല. പക്ഷെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാകേണ്ടത് മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സ്നേഹം പ്രകടിപ്പിക്കുക, ആത്മാർത്ഥമായ സ്നേഹം. ഇവിടെ സ്വന്തം ഭാര്യയോട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ തിരിച്ചറിയുന്നില്ല. ആ മനുഷ്യൻ ദുഃഖം മാത്രമല്ലേ അനുഭവിച്ചിട്ടുള്ളൂ. അച്ഛൻ വിട്ടുപിരിഞ്ഞു പോയി, അമ്മമാർ വിട്ടുപിരിഞ്ഞു, അനുജന്മാരെല്ലാവരും പോയി. അവസാന കാലഘട്ടത്തിൽ മക്കളെ ഒപ്പം താമസിക്കാൻ പറ്റിയില്ല, ഭാര്യയും വിട്ടുപോയി. എന്തൊരു ജീവിതമാണ് ഈ രാമൻ്റെ ജീവിതം. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ദുഃഖം മാത്രം കടിച്ചമർത്തിയ രാമൻ. പക്ഷെ അതേ രാമൻ ചില ഘട്ടങ്ങളിൽ ധർമ്മത്തിന് വേണ്ടി മാനുഷികതയെ ഉപേക്ഷിക്കുകയും ചെയ്യും. ആ ദുഃഖം മാത്രം കടിച്ചമർത്തിയ രാമൻ്റെ പേരിലാണ് സിംഹാസനം പിടിച്ചെടുക്കണമെന്ന് പലരും പറയുന്നത് നമ്മുടെ രാജ്യത്ത്. അതല്ലല്ലോ രാമായണം പറയുന്നത്. എല്ലാ രംഗങ്ങളിലും അധികാരം വാർത്തെടുക്കുന്നു, അധികാരത്തിനെതിരായ പോരാട്ടങ്ങൾ നടക്കുന്നു. പ്രതിരോധങ്ങളും അധികാരത്തിന്റെ കേന്ദ്രീകൃത സ്വഭാവങ്ങളും ഒക്കെ ഇതിൽ നമുക്ക് കാണാം. വിജ്ഞാനത്തിന്റെ ഉദാഹരണമാണ് ഹനുമാൻ എന്നാ പറയുക. പ്രതിബദ്ധതയുടെ പ്രതീകം. എന്താ പറയാ, എപ്പിറ്റോം ഓഫ് ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ. അതാണ് ഹനുമാൻ. പ്രതിബദ്ധതയുടെ, ആത്മാർപ്പണത്തിന്റെ പ്രതീകമാണ് ഹനുമാൻ. ഹനുമാന് തന്റെ ശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ജാംബവാൻ ഹനുമാനോട് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹനുമാൻ സമുദ്രം ചാടുന്നതല്ല. ആ ഹനുമാൻ ഉണ്ടാകുന്ന ആത്മാർപ്പണം, തൻ്റെ യജമാൻ, തൻ്റെ ചക്രവർത്തിക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ഡിവോഷൻ,
അധർമ്മത്തിന്റെ പാതയിലൂടെയല്ല, ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നു. എന്താണ് ഭക്തി എന്ന് വാത്മീകി ഹനുമാനിലൂടെ കാണിച്ചു കൊടുത്തു. ലങ്കാദഹനം നടക്കുമ്പോഴും ഹനുമാൻ പറയുന്നത് തൻ്റെ യജമാനനെ കുറിച്ചുള്ള വീരശൂര പരാക്രമങ്ങളെ കുറിച്ച്, യജമാനന്റെ സ്ഥൈര്യത്തെക്കുറിച്ചും യജമാനന്റെ അയോധ്യയെക്കുറിച്ചും എല്ലാമാണ്. ആ ഹനുമാന്റെ ഉള്ളിൽ കഥയിൽ പറയുന്നത് പോലെ ഇവര് രാമവിഗ്രഹം മാത്രമാണ്, രാമരൂപം മാത്രമാണ് ഉള്ളത് കൊണ്ട് തന്നെ ഹനുമാൻ വിശ്വത്തോളം വളർന്നു വലുതാകുമ്പോഴും ഹനുമാൻ ഏറ്റവും ഉറുമ്പിനേക്കാൾ ചെറിയ രൂപമാകുമ്പോഴും ഹനുമാൻ ഏറ്റവും വലിയ കമ്മിറ്റഡ് ഡിവോട്ടി ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് രാമായണം കാണിച്ചു തരുന്നത്. പക്ഷെ ഹനുമാന്റെ വേറൊരു ഘടകം, വേറൊരു ഫിലോസഫിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ അധികാരത്തിന് തൻ്റെ യജമാനൻ കാണിച്ച ബാലിവധം അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ പലതും ഹനുമാൻ ചോദ്യം ചെയ്യുന്നുമില്ല. ബാലി പറയുന്നത് ഹനുമാനും കേൾക്കുന്നുണ്ട്, അവിടെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ മൊത്തത്തിൽ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ചോദ്യം ചെയ്യാനാണ്, ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ജനാധിപത്യത്തിന്റെ ശബ്ദം എത്രമാത്രം ദുർബലമാണെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. സോക്രട്ടീസിന്റെ പ്രസിദ്ധമായ വാചകമാണത്, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരാളെ പറയാനുണ്ടാവുള്ളൂ, അത് മതി. 10,000 ആള് വേണമെന്നൊന്നുമില്ല. സർവരും ഒന്നാണെന്നുള്ള പ്രതീകമുണ്ടാക്കുക. സീതാന്വേഷണത്തിനൂടെ യാത്ര പറയുമ്പോൾ ശബരിയെ കാണുമ്പോൾ ശബരി കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ഛിഷ്ടമാണ് രാമൻ കഴിക്കുന്നത്. ദലിത് സ്ത്രീയാണവർ. തോണി കടത്തി കൊടുക്കുന്നത് ഗുഹൻ എന്ന് പറയുന്ന കാട്ടിലെ രാജാവാണ്, ദശരഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. തോണിയിൽ നിന്നിറങ്ങി രാമപാദം മണ്ണിൽ സ്പർശിക്കുമ്പോൾ ഗുഹൻ തോണിയിൽ നിന്ന് ചാടി ആ മണ്ണിൽ വീണ് കിടന്ന് ഉരുളുന്ന ചിത്രമുണ്ട്. ആ മണ്ണ് മുഴുവൻ ദേഹത്ത് വാരി വിതറുന്നു. ഞാൻ ധന്യയായി മഹാപ്രഭു രഘുവംശ തിലോത്തമ, അങ്ങയുടെ പാദസ്പർശമേറ്റ മണ്ണിൽ ആ മണൽ വാരിയിട്ടപ്പോൾ. ഇപ്പൊ രാമൻ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കാൽക്കൽ വീണ ഗുഹനെ. ഞാൻ എൻ്റെ കാലിലാണ് വീണ് നമസ്കരിക്കേണ്ടത്, നീ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്. ആരാ? കാട്ടുരാജാവാണ് ഗുഹൻ. സൂര്യവംശ ചക്രവർത്തി എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ അതിലുണ്ട്. പക്ഷെ അതേസമയം ശംഭൂകനെ കൊന്ന രാമനെയും കാണാം. ഏതോ ബ്രാഹ്മണന്മാർ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ രാജഗുരുക്കന്മാർ തന്നെ വന്ന് പറഞ്ഞു, ഒരു ശൂദ്രൻ തലകീഴായി കിടന്ന് തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ബ്രാഹ്മണ കുട്ടികൾ മുഴുവൻ മരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിന്റെ പ്രമത്തതയുടെ ഫലമായിട്ട് മുന്നോട്ടും പിന്നോട്ടും ചിന്തിക്കാതെ വാളെടുത്ത് മുന്നോട്ട് നടന്ന് ശൂദ്രന്റെ തല വെട്ടുന്ന രാമനെയും കാണാം. അവിടെയും ബ്രാഹ്മണ്യം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അത് പിന്നീട് എഴുതി ചേർത്താന്നൊക്കെ പറയുന്ന ചരിത്രകാരന്മാരുടെ വാദഗതികളുണ്ട് പലയിടത്തും. ബ്രാഹ്മണിക് ഐഡിയോളജിയുടെ സ്ഥാപനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അധികാരത്തിന്റെ ദുഷ്ടരൂപങ്ങളെയും അധികാരത്തിൻ്റെതായിട്ടുള്ള ഹീനമാർഗങ്ങളെയും ഒക്കെ കാണിച്ചു തന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ എന്നുള്ള ഭാവത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളായി വളർന്നു വന്നിട്ടുള്ള ഏകാധിപതികളെയൊക്കെ അതിൽ കാണാം നമുക്ക്. രാക്ഷസന്മാരൊക്കെ അതിന്റെ പ്രതീകമാണ്. അവർക്ക് സവിശേഷ ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും അവരെ കൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തത് അവരുടെ ഞാൻ എന്നുള്ള ഭാവമാണ്. ഈ ഞാൻ 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 എന്നുള്ള വാക്ക് നമ്മൾ ഉച്ചരിക്കാതെ നമ്മൾ 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 എന്ന് പറയുമായിരുന്നുവെങ്കിൽ ലോകം എത്ര മനോഹരമായിരുന്നു. ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഞാനല്ല ഞങ്ങൾ. മൗണ്ട് ബാറ്റൻ വരുന്നുണ്ട് സബർമതി ആശ്രമത്തിലേക്ക് ഗാന്ധിയെ കാണും പലതവണ. ഗാന്ധി എപ്പോഴും വായിക്കുന്ന ഗ്രന്ഥമാണ് ഈ രാമായണം, ഖുറാൻ, ബൈബിൾ എല്ലാം. ഒരു ദിവസം മൗണ്ട് ബാറ്റൻ വന്നപ്പോൾ സെക്രട്ടറി പ്യാരേലാലിനോട് പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ടെന്ന് ബാപ്പുജിയോട് പറയും. ബാപ്പുജി പിന്നിൽ ആശ്രമത്തിൻ്റെ പിന്നിലിരുന്ന് കുറേ ആൾക്കാരോട് വർത്തമാനം പറയും. ഞാൻ ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയാണ്, വേഗം കാണണം, എനിക്ക് സമയമില്ല. സെക്രട്ടറി പോയി പറഞ്ഞു, ബാപ്പുജി ഇതാ മൗണ്ട് ബാറ്റൻ വന്നിരിക്കുന്നു, ഉമ്മറത്തിരിക്കുന്നുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞു ഗാന്ധി പുറത്തേക്ക് വരാൻ. സമയനിഷ്ഠ പാലിക്കുന്നതിൽ അഗ്രഗണ്യനാണ് മഹാത്മാവെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഒരാളെ അവിടെ വെറുതെ ഇരുത്താറില്ല. മൗണ്ട് ബാറ്റനെ അവിടെ ഇരുത്തിയിട്ട് ഗാന്ധി പുറത്തേക്ക് വന്നപ്പോൾ മൗണ്ട് ബാറ്റൻ കുറച്ച് ക്ഷുഭിതനായി
ബാപ്പുജി എന്താ എന്നെ ഇങ്ങനെ വെറുതെ ഇരുത്തിയത്? എൻ്റെ സമയം വിലപ്പെട്ടതല്ലേ, രാജ്യം ഭരിക്കുന്ന വൈസ്രോയല്ലേ ഞാൻ. മഹാത്മാവ് പല്ല് പോയിട്ടുള്ള ആ ചിരി, ആ ചിരി, പ്രസിദ്ധമായ ചിരിയുണ്ടല്ലോ, ആ ചിരി ചിരിച്ചിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുക, മൗണ്ട് ബാറ്റൻ അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഇന്ത്യ ഭരിക്കുന്ന ഭരണാധിപനാണ് നിങ്ങൾ. പക്ഷെ ഞാൻ ആ സംസാരിച്ചു കൊണ്ടിരുന്ന ജനതയില്ലേ, അവരുടേതാണ് ഈ നാട്. പിന്നെ മൗണ്ട് ബാറ്റൻ ഒരു സെക്കൻഡ് അവിടെ നിന്നില്ല. അർത്ഥം മനസ്സിലായി. അങ്ങനെ പറയാനുള്ള നേതാക്കന്മാരെന്ന് ലോകത്തിലില്ല. അധികാരികളുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയുന്നവർ. അത് സീതയെ കൊണ്ട് വാത്മീകി ചെയ്യിപ്പിച്ചു. അധികാരികളുടെ ദുരധികാര പ്രിയക്രിയക്കെതിരെ വർത്തമാനം പറയണം. അപ്പോഴാണ് രാമായണത്തിൻ്റെ ശാശ്വതമായ സാക്ഷാത്കാരം നടക്കുക. ആ രാമനും അവസാനം സരയൂ നദിയിലേക്ക് ഇറങ്ങിയിട്ട് പ്രത്യക്ഷനാവുകയാണ്. പലതരത്തിലുള്ള രാമനെ അതിൽ കാണാം, പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളെ കാണാം. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഭക്തിയുടെ പേരിലാകാം, കാര്യകാരണ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, ഫിലോസഫിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും ഒക്കെ ഈ ഗ്രന്ഥത്തിനെ നമുക്ക് സ്വീകരിക്കാം. വിശ്വാസത്തിനെ ഒന്നും ആരും ചോദ്യം ചെയ്യണ്ട, അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യ അവകാശങ്ങൾ. പക്ഷെ ഓരോരുത്തരുടെ വീക്ഷണത്തിനും ഈ രാജ്യത്ത് പ്രാധാന്യമുണ്ട്. എല്ലാവരുടെ വീക്ഷണവും പ്രകടിപ്പിക്കാനും പറയാനുമുള്ള ബഹുസ്വരതയുടെ രാജ്യമാണ് ഇന്ത്യ, വൈവിധ്യങ്ങളുടെ രാജ്യമാണ് ഇന്ത്യ. ആ വിശ്വാസങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തണമെന്ന് കാക്ഷിക്കുന്നവരായിരുന്നു മോഹൻദാസ് ഗാന്ധിയും അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും, സർവേപ്പള്ളി രാധാകൃഷ്ണൻ അടക്കം. പ്രിൻസിപ്പൽ ഉപനിഷത്ത് എഴുതിയിട്ടുള്ള രാധാകൃഷ്ണൻ, രാമായണം എഴുതിയിട്ടുള്ള രാധാകൃഷ്ണൻ, അങ്ങനെ എത്രയെത്ര മഹാമനീഷിമാരുടെ രാജ്യം, വാൽമീകി മുതൽ ഇങ്ങോട്ടുള്ള യുഗപ്രഭാവന്മാരുടെ രാജ്യം. രാമായണ കഥ നമ്മളോട് പറയുന്നത് മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തിനെതിരായ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഞാൻ എന്നുള്ള ഭാവത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ്. അടിസ്ഥാന ശക്തി ജനങ്ങളാണ്, പ്രജകളാണ്. ആ പ്രജകളുടെ അധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന ചക്രവർത്തിയുടെ രാജ്യവംശം പോലും നശിച്ചു പോകുമെന്ന് രാമായണം കാണിച്ചു തരുന്നു. സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഈ രാജ്യത്തും ഈ ലോകത്തും ഒരു സ്ത്രീയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദ്യം ചെയ്തത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പാരമ്പര്യം ഇന്ത്യയിലെ വനിതകൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാകണം. ചോദ്യം ചെയ്യുക. പുരുഷ മേധാവിത്വത്തിൻ്റെ എല്ലാവിധ അധികാര ശൃംഖലകളും പൊട്ടിച്ചെറിയപ്പെടണമെന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്ന പല രംഗങ്ങളിലൂടെയും. ആ ഊർമിളയെ ഓർത്തിട്ടില്ലേ? എത്ര സഹനശക്തിയുടെ പ്രതീകം, എത്ര ക്ഷമയുടെ പ്രതീകം, എന്തൊരു ത്യാഗമാണ് ആ കഥാപാത്രം ചെയ്യുന്നത്. ഇതൊക്കെ വെറുതെ എഴുതി വെക്കുന്നതല്ലോ. മനുഷ്യ സ്വഭാവത്തിൻ്റെ വ്യത്യസ്ത മേഖലകൾ കാണിച്ചു തരുന്നു. രാമായണം അധികാരത്തിനെ സ്വരൂപിക്കാൻ പലതരങ്ങളിലും പഠിപ്പിക്കുമ്പോഴും ദുരധികാരമാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും പറയുന്നു. ആ പ്രതിരോധത്തിൻ്റെ പോരാട്ടമാണ് രാമായണ കഥ. അതാണ് ആദികവി ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കാൻ ഭൂരിഭാഗം ജനതയും ഇന്ന് ലോകത്തും പ്രത്യേകിച്ച് ഇന്ത്യയിൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും രാമായണമുണ്ട്. 300-ൽ പരം രാമായണം ഉണ്ടാകാം, 1000-ൽ പരം രാമായണം ഉണ്ടാകാം. പ്രത്യേക രാജ്യങ്ങളിൽ എല്ലാ ചരിത്ര പണ്ഡിതന്മാരും നമ്മളോട് പറയും 300 രാമായണാസ് എന്ന രാമാനുജൻ്റെ സുപ്രസിദ്ധമായ കൃതിയടക്കം, ഭാഷാപിതാവ് എഴുതിയിട്ടുള്ള രാമായണമടക്കം എത്രയെത്ര രാമായണങ്ങൾ നമ്മളോട് കഥ പറഞ്ഞു. വലിയ സന്ദേശമല്ലേ അത് തരുന്നത്? ആ സന്ദേശം വ്യത്യസ്ത ചിന്തകളുടെ സന്ദേശമാണ്. വ്യത്യസ്ത ചിന്തകളാണ് മനുഷ്യൻ്റെ സർഗഭാവനയെ ഉദ്ദീപിപ്പിക്കുന്നത്. ആ സർഗഭാവനയുടെ ആകത്തുകയാകണം മനുഷ്യ ജീവിതം. അതുകൊണ്ടാണ് അനീതി കണ്ടാൽ, അധർമ്മം കണ്ടാൽ, അസഹിഷ്ണുത കണ്ടാൽ, സാഹോദര്യമില്ലായ്മ കണ്ടാൽ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത്. സാഹോദര്യത്തിൻ്റെ പ്രതിഷ്ഠാപനത്തിൻ്റെ കഥ രാമായണം പറയുമ്പോൾ തന്നെ സാഹോദര്യമില്ലായ്മയുടെയും കഥ രാമായണം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വ്യത്യസ്ത മേഖലയിലുണ്ട് അനീതിക്കെതിരെ പോരാടുന്ന രാമനെ കാണാം. എന്നാൽ ചിലപ്പോൾ ധർമ്മസംസ്ഥാനത്തിൻ്റെ മാത്രം പ്രതീകമായി നിന്നുകൊണ്ട് രാജ്യകർമ്മം മറക്കുന്ന രാമനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. രാവണനെ കാണുന്ന സമയത്ത് വാൽമീകി പ്രയോഗിക്കുന്നൊരു വാക്കുണ്ട്, ക്രോധാഗ്നി കണക്കെ കാലക്രോധാഗ്നി കണക്കെ രാമ. കാലത്തിൻ്റെ ക്രോധാഗ്നി കണക്കാണ് രാമൻ്റെ കണ്ണുകൾ ജ്വലിച്ചു നിന്നത്. വിഭീഷണൻ പറയുകയാണ്, ലങ്കാചക്രവർത്തിയാണ് വരുന്നത്. ആദ്യം കാണുകയാണ് രാവണനെ, ലങ്കാചക്രവർത്തിയാണ് വരുന്നത്. അത്ഭുതപ്പെടുകയാണ് രാമൻ. ഇത്രമാത്രം ഒരു പുരുഷ ചൈതന്യമോ,
ഇത്രമാത്രം ഗാംഭീര്യമോ, ഇത്രമാത്രം ഗജകേസരിയോ? അത്ഭുതത്തോടുകൂടി രാമൻ നോക്കുകയാണ് രാവണനെ. അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അത്രമാത്രം പ്രാഗൽഭ്യമുള്ള ഒരു എന്താ പറയുക, ടോട്ടൽ ഒരു മാഗ്നാനിമസ് പേഴ്സണാലിറ്റി ആയിരുന്നു ഈ രാവണൻ. ആ രാവണനെ കണ്ടുകൊണ്ടാണ് ശത്രുവായിട്ട് രാമൻ മനസ്സിൽ ഇതെന്തൊരു പ്രതിഭാസം. ഇപ്പോഴോ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെ കണ്ട് അലറും, പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ കണ്ടാൽ അട്ടഹസിക്കുകയും ചെയ്യും. ഇവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ന്യായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അന്യായം കണ്ടാൽ യുദ്ധം ചെയ്തും അവസാനിപ്പിക്കും. അട്ടഹാസവും ആക്രോശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രതിപക്ഷക്കാർ ഭരണപക്ഷത്തോടും മിണ്ടില്ല, ഭരണപക്ഷക്കാർ പ്രതിപക്ഷത്തോടും മിണ്ടില്ല. പാർലമെൻറ്റിലും ചർച്ച പാടില്ല, അസംബ്ലികളിലും ചർച്ച പാടില്ല. വാട്ട് എ ഡെമോക്രസി ഇറ്റ് ഈസ്. രാമായണം പഠിപ്പിക്കുന്നത് സംവാദമാണ്, ആശയ സംവാദമാണ്. അങ്ങനെ ഞാൻ അധികം നീട്ടുന്നില്ല, അവസാനിപ്പിക്കുക. ജപാലി പറയുന്നുണ്ട് രാമനോട്. ഭരതൻ വന്ന് പറയുന്നു, അച്ഛൻ മരിച്ചു, ഉദയക്രിയകൾ ചെയ്യൂ. ഉദയക്രിയകൾ ചെയ്യുന്ന രാമനെ കാണാം. നദിയിൽ മുങ്ങിക്കൊള്ളിച്ചുകൊണ്ട് അച്ഛന് എല്ലാവിധ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് വരുന്ന രാമനോട് ജപാലി, ഇതൊക്കെ വിഡ്ഢിത്തരമല്ലേ രാമ? മനുഷ്യൻ്റെ ആത്മാവിന് മോചനം കിട്ടുമോ ഇതൊക്കെ ചെയ്താൽ? ഇതൊക്കെ ആചാരങ്ങൾ മാത്രമാണ്, ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറയുന്ന ജപാലിക്കെതിരായിട്ട് വാളോങ്ങിയിട്ടില്ല രാമൻ. ശ്രദ്ധയോടെ കേട്ടു നിന്നിട്ടേ ഉള്ളൂ. ഇന്ന് വ്യത്യസ്ത അഭിപ്രായം കേൾക്കാൻ ഭരണാധികാരികൾ തയ്യാറല്ല, വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. രാമൻ വ്യത്യസ്ത ആശയങ്ങൾ കേട്ടിട്ടുമുണ്ട്, എന്നാൽ ചില സമയത്ത് ശംഭൂകനെ കൊന്നിട്ടുമുണ്ട്. അപ്പം ബഹുസ്വരതയുടെ, വൈവിധ്യത്തിൻ്റെ ഏറ്റവും വലിയ സമന്വയമായ ഗഹനമായ ചിന്തകളുടെ, ഗഹനമായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ വാസസ്ഥലങ്ങളെ, കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി തരുന്ന രാമായണം മനുഷ്യജീവിതം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് വെറുതെയല്ല ബ്രഹ്മാവ് വാത്മീകിയോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഇതിൻ്റെ മെസ്സേജ്, ഇതിൻ്റെ ഫിലോസഫി, ഇതിൻ്റെ ഹിസ്റ്ററി, ഇതിൻ്റെ ആ ധന്യാത്മകത ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കാര്യകാരണ സഹിതം ജീവിതത്തെ കാണുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എന്നും പ്രസക്തമാണ്. അതുകൊണ്ട് ഇത് അധികാരത്തിനെതിരായ പ്രതിരോധങ്ങൾ, ദുരധികാരത്തിനെതിരായ പ്രതിരോധങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു സന്ദേശം രാമായണം തരുന്നുണ്ട്. മനുഷ്യനെ സ്നേഹിക്കാൻ, ജീവജാലങ്ങളെ സ്നേഹിക്കാൻ. അതാകട്ടെ ഭാഷാപിതാവിൻ്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മളിവിടെ സമ്മേളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സ്മരണകളുടെ ഉള്ളിൽ എല്ലാവിധ ബഹുമാനം എത്രമാത്രം നമുക്കൊക്കെ ഉണ്ട്, അതിനേക്കാൾ അനന്യമായ ബഹുമാനം അർപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമസ്കാരം.